നമ്മുടെ അടുത്ത ആവശ്യമിഷയാക്കി സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മള് ഷൂബിന്റെ രണ്ടാമത്തെ ആഴ്ചയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച മുഴുവനും നാം ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചതും മനസ്സിലാക്കിയതും ഒക്കെ. അവിടെ ആ രാജ്യത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ സ്നേഹിക്കുന്ന പിതാവാണ്. ആ പിതാവിന്റെ സ്നേഹത്തെ കുറിച്ച്, ആ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് ഇന്ന് ഈ ദിവസം നമ്മൾ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ. നമ്മൾ ഒരുമിച്ചാണ് ഇത് മനസ്സിലാക്കാൻ പോകുന്നത്. യോഹന്നാൻ ശ്ലീഹ തന്റെ ഒന്നാമത്തെ ലേഖനം 4-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യത്തിൽ അവിടെ പറഞ്ഞു വയ്ക്കുന്ന വാക്യം ഇതാണ്: ദൈവം സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം ആഴത്തിൽ അനുഭവിച്ച് ശ്ലീഹ പറയുകയാണ്, ദൈവം സ്നേഹമാണ്. സ്നേഹം എന്ന് പറയുന്നത് ദൈവമാണ്. വെച്ചാൽ ദൈവം പൂർണ്ണമായിട്ടും സ്നേഹമാണ്. ദൈവത്തിന്റെ സ്വഭാവം സ്നേഹമാണെന്ന് ശ്ലീഹ നമ്മളോട് പറയുകയാണ്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിലൂടെ നാം വായിച്ചു പോകുമ്പോൾ അവിടെ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ്. സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവം എന്നെ വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എന്നെ തന്റെ സർവശക്തിയോടും കൂടെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ഈ കൂട്ടായ്മയിലായിരുന്നു നമ്മൾ ഇരുന്ന് ഒന്നിച്ച് ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ദൈവം ഈ രാത്രിയിൽ നമ്മോട് പറയുകയാണ്, ദൈവം നമ്മളെ ഓരോരുത്തരെയും വ്യക്തിപരമായി വ്യവസ്ഥകളില്ലാതെ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുന്ന അവസ്ഥയിൽ തന്റെ സർവശക്തി ഉപയോഗിച്ച് നമ്മളെ സ്നേഹിക്കാനായിട്ട് തന്റെ സർവശക്തിയും ദൈവം ഉപയോഗിച്ച് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് വിശുദ്ധ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നത്. മലാക്കി പ്രവാചകന്റെ പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായം 2-ാമത്തെ വാക്യത്തില് ദൈവമായ കർത്താവ് നമ്മൾ സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ വീണ്ടും നമ്മളോട് തന്നെ ചോദിക്കുകയാണ്. ഇങ്ങനെ അവിടെ വചനം പറയുന്നത്: ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, എന്നാൽ നിങ്ങൾ ചോദിക്കുന്നു, എങ്ങനെയാണ് അങ്ങ് ഞങ്ങളെ സ്നേഹിച്ചത്? പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാനാവാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഒന്നിനു പുറകെ ഒന്നായി പ്രതിസന്ധികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിക്കുമ്പോഴൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട് പല വിധത്തിൽ: ദൈവമേ, അങ്ങുണ്ടോ? അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടോ? അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖവും ദുരിതവും ഒക്കെ വരുന്നത് എന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ചോദിക്കാറുണ്ട്. ആ ദൈവത്തെ സ്നേഹത്തെ നാം പലപ്പോഴും മനസ്സിലാക്കാതെ പോകാറുണ്ട്. ദൈവം നമ്മൾ ഓരോരുത്തരെയും, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരെയും എന്ന് പറയുമ്പോൾ എന്നെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി കരുതി സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മൾ ഓരോരുത്തരെയും നന്നായിട്ട് അറിയുന്ന, മനസ്സിലാക്കുന്ന, കരുതുന്ന സ്നേഹത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. അത് വെറുതെ അറിയുകയല്ല, അത് എൻ്റെ ഇന്നലകളെ അതോടൊപ്പം ഇന്നിനെ നാളെയും അറിയാവുന്ന ദൈവമാണ്. ആ ദൈവം നമ്മളെ ഇന്നലകളെ ഇന്നിനെയും നാളെ അറിഞ്ഞാണ് സ്നേഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ ഇന്നലകളെ കുറെയൊക്കെ നമുക്ക് ഓർമ്മയുണ്ടായിരിക്കാം, ഇന്നിനെ കുറെ കൂടി നമുക്ക് ഓർമ്മയുണ്ടാവും. പക്ഷെ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം ഇവിടെ വചനം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്നാൽ ദൈവത്തിന് അതെല്ലാം അറിയാം. നമ്മളെ സ്നേഹിക്കുന്ന ദൈവം, ആ ദൈവം എല്ലാം അറിഞ്ഞ് മനസ്സിലാക്കി നമ്മൾ കരുതി സ്നേഹിക്കുന്ന ദൈവമാണ്. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, 2013 വരെ, ജൂലൈ മാസം വരെ ഈ ലോകത്തിൽ അതിൻ്റെതായ വർഷങ്ങളിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ജഡിക പ്രവണതകൾക്കനുസരിച്ച് എന്റെ ജീവിതത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു. എന്നാൽ 2013 ജൂലൈ മാസത്തില് കോട്ടയത്തുള്ള ഒരു ധ്യാന കേന്ദ്രത്തിൽ എന്റെ കുടുംബം ഒരുമിച്ച് എനിക്കൊരു ധ്യാനത്തിന് പോകാനുള്ള ഒരു അവസരം ദൈവമായ കർത്താവ് ഒരുക്കി. ആ ധ്യാനത്തിൽ വെച്ചാണ് ദൈവത്തിന്റെ അപരിമയമായ സ്നേഹത്തെ കുറിച്ചുള്ള ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കർത്താവ് നൽകി, അതെന്റെ ജീവിതത്തിൽ അനുഭവമാക്കി നൽകി. അപ്പോൾ എന്റെ ചെറുപ്പകാലങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ 10-ാം ക്ലാസ് പഠിക്കുന്നത് വരെ എല്ലാ ദിവസവും ദേവാലയത്തിൽ പോയി എല്ലാ ദിവസവും വിശുദ്ധ ബലി അർപ്പിച്ച് ഈശോയെ സ്വീകരിച്ച് അങ്ങനെ അനുഭവിച്ചുകൊണ്ടിരുന്ന എന്റെ മാതാപിതാക്കളിലൂടെ, എന്റെ ഗുരുഭൂതന്മാരിലൂടെ ഒക്കെ ഞാൻ അനുഭവിച്ചിരുന്ന ആ ദൈവസ്നേഹത്തിന്റെ ആഴം എന്താണെന്ന് എന്റെ ജീവിതത്തിലേക്ക് ദൈവം വീണ്ടും ബോധ്യം നൽകിയപ്പോൾ, അനുഭവമാക്കി നൽകിയപ്പോൾ എനിക്ക് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിലേക്ക് ദൈവം ആയിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൃപ നന്ന് കർത്താവ് എന്നെ വളർത്തി. അന്ന് തുടങ്ങിയത് രക്ഷയുടെ അല്ലെങ്കിൽ ആ അനുഭവം, ദൈവസ്നേഹത്തിന്റെ അനുഭവം നിരന്തരം എന്റെ ജീവിതത്തിലൂടെ കർത്താവ് നൽകുന്നത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു. അതുകൊണ്ടാണ് എന്റെ നാളെ അറിയുന്ന ദൈവമാണ്. എന്റെ ഇന്നലെ അറിഞ്ഞ് നാളെ അറിഞ്ഞ് 2013-ൽ 2024-ാമത്തെ ആണ്ടിൽ ഈ ദിവസം ഒക്ടോബർ മാസം 5-ാം തീയതി ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വചനം പ്രഘോഷിക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഈ ലോകത്ത് ഒരു വ്യക്തിക്കും അറിയില്ലായിരുന്നു. പക്ഷേ എന്നെ സ്നേഹിക്കുന്ന എന്റെ ദൈവത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ദൈവം
രക്ഷയുടെ അനുഭവം നൽകി ദൈവസ്നേഹാനുഭവത്തിലൂടെ ഇന്നോളം എന്നെ വളർത്തി ഇവിടെ എത്തിച്ചിരിക്കും. ഇവിടെ നമ്മൾ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ഇന്നലകളെ ഇന്നലെ നാളെ അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് വിശുദ്ധ ബൈബിൾ നമ്മളോട് പറഞ്ഞു വെക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തില് നാം അവിടെ പറുദീസായിൽ നിന്ന് അല്ലെങ്കിൽ ഏദൻ തോട്ടത്തിൽ നിന്ന് ആദത്തെയും ഹവ്വയെയും പുറത്താക്കുന്ന ഒരു ദൈവത്തെ അവിടെ കാണുന്നുണ്ട്. പലപ്പോഴും നമ്മുടെയൊക്കെ ഒരു ചിന്ത ദൈവം അവരെ ശിക്ഷിച്ചതാണ് എന്നുള്ളതാണ്. പക്ഷേ അവിടെ ദൈവത്തിന്റെ സ്നേഹം, അപരിമയമായ സ്നേഹം അവരുടെ ജീവിതത്തിൽ ചൊരിഞ്ഞതാണ്. ഇന്നലകളെ ഇന്നലെ നാളെ അറിയുന്ന ദൈവം അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: നിത്യനാശത്തിൽ ആകാതിരിക്കാൻ ഏതിൽ നിന്ന് അവരെ പുറത്താക്കുകയും പറയുക നിത്യനാശത്തിലേക്ക് അവർ പോകാൻ സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിയാം. നാളെയുള്ള ജീവിതത്തിൽ അവർ നിത്യനാശത്തിലേക്ക് പോകുമെന്ന് തിരിച്ചറിഞ്ഞ ദൈവം അവരെ പുറത്താക്കുകയും കാവലേർപ്പെടുത്തുകയും രക്ഷകനെ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. അത്രമാത്രം സ്നേഹമാണ്. എന്തുകൊണ്ടാണ്? അവര് നന്മതിന്മകളുടെ വൃക്ഷത്തിൽ നിന്ന് പഴം ഭക്ഷിച്ച് ആദവും ഹവ്വയും പാപം ചെയ്ത് ദൈവസ്നേഹത്തിൽ അകന്നുപോയി. ആ അവസ്ഥയിൽ, പാപം ചെയ്ത അവസ്ഥയിൽ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി അവിടെ ജീവിക്കുമ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ നിന്നുകൂടി അവർ പറിച്ചു നിന്ന് അമർത്യരായി തീർന്നാൽ, പാപത്തിൽ അമർത്യത പ്രാപിച്ചാൽ അവർക്ക് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. മാലാഖമാർക്ക് പറ്റിയ തെറ്റാണ്. അവർ അമർത്യരായതുകൊണ്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റാത്തൊരു അവസ്ഥ, പാപത്തിൽ പെട്ടുപോയി അവർ. അപ്പോൾ മനുഷ്യവർഗം താൻ സ്നേഹിക്കുന്ന, തന്റെ ഹൃദയത്തിൽ താൻ ജന്മം നൽകിയ, ഈ ഭൂമിയിലേക്ക് ഒരു അവസരം നൽകി ഈ ഭൂമിയിലേക്ക് അയച്ച മനുഷ്യൻ എന്നേക്കുമായി തനിക്ക് നഷ്ടപ്പെടുമെന്നറിഞ്ഞ ദൈവം എന്ത് ചെയ്തു? അവരെ പുറത്താക്കിയിട്ട് രക്ഷകനെ വാഗ്ദാനം ചെയ്തവർക്ക്. അത്രമാത്രം സ്നേഹിക്കുന്ന, നാളെ അവരെ രക്ഷിക്കാനുള്ള പദ്ധതി ഒരുക്കി അവരെ സ്നേഹിച്ച് അവരെ കൂടെ നടക്കുന്ന ദൈവത്തെ വിശുദ്ധ ബൈബിളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജെറമിയ പ്രവാചന പുസ്തകം 1-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തില് പ്രവാചകനിലൂടെ വചനം ഇങ്ങനെ പറയുന്നത്: മാതാവിന്റെ ഉദരത്തിൽ നിനക്ക് രൂപം നൽകുന്നതിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നമ്മൾ ഓരോരുത്തരുടെയും അമ്മയുടെ ഉദരത്തിൽ നമുക്ക് ജന്മം നൽകുന്നതിന് മുന്നേ ആ ദൈവം നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞ് മനസ്സിലാക്കിയ ദൈവമാണ്. അമ്മയുടെ ഉദരത്തിൽ ജന്മം നൽകുന്നതിന് വചനം, വേറൊരു വചനം ഇങ്ങനെ പറയുന്നുണ്ട്: ലോക സ്ഥാപനത്തിന് മുമ്പേ എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു തിരഞ്ഞെടുത്തതാണ് നമ്മളെ ഓരോരുത്തരും പറഞ്ഞത്. അപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുന്ന് തന്നെ ദൈവം തന്റെ ഹൃദയത്തിൽ നമുക്ക് ഓരോരുത്തർക്കും ജന്മം നൽകി. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മളെ സ്വപ്നം കണ്ടു തന്റെ ഹൃദയത്തിൽ ജന്മം നൽകി ഈ ഭൂമിയിൽ മാതാപിതാക്കളിലൂടെയൊക്കെ ഒരു അവസരം നൽകി ആ സ്നേഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരെയും ദൈവം വിളിച്ചു. അപ്പൊ അത്രമാത്രം നമ്മളെ മനസ്സിലാക്കിയുള്ള, എത്രയോ നൂറ്റാണ്ടുകൾക്കും അല്ലെങ്കിൽ എത്ര വർഷങ്ങൾക്ക് മുന്നേ നമ്മളെ അറിഞ്ഞ് മനസ്സിലാക്കിയ ദൈവമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 16-ാമത്തെ അധ്യായം അതിന്റെ 48-ാമത്തെ വാക്യത്തിൽ നമ്മളവിടെ സാറായുടെ ദാസിയായ ഹാഗാറിനെ കാണുന്നുണ്ട്. ആ ഹാഗാറിനെ വ്യക്തിപരമായിട്ട് അറിഞ്ഞ് സ്നേഹിക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ ദൈവത്തിന്റെ ദൂതൻ അവളോട് പറയുകയാണ്: സാറായുടെ ദാസിയായ ഹാഗാരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു? വ്യക്തമായിട്ട് ഹാഗാറിന്റെ അഡ്രസ് മുഴുവനും അറിഞ്ഞ് ഒരു ദാസിയായ ആ മകളെ, ആ മകളുടെ കുഞ്ഞിനെയൊക്കെ വ്യക്തിപരമായിട്ട് സ്നേഹിച്ച് അവർക്ക് ആവശ്യമായതെല്ലാം നൽകി, മരുഭൂമിയിൽ വെള്ളമില്ലാതെ ദാഹിച്ചു പറഞ്ഞപ്പോൾ അവർക്ക് വെള്ളമെല്ലാം കൊടുത്ത് അവരെ പരിപാലിക്കുന്ന, കൂടെ നടക്കുന്ന ദൈവത്തിന്റെ സ്നേഹം. ഇവിടെ ഇന്നും ആ ദൈവം നിരന്തരം നമ്മുടെ കൂടെ നടക്കുന്നുണ്ട്. ആ സ്നേഹം നിരന്തരം നമുക്ക് പങ്കുവെച്ച് നൽകുന്നുണ്ട് വിശുദ്ധ കുർബാനയിലൂടെ. യേശയ്യാ പ്രവാചന പുസ്തകം 54-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തില് വചനം നമ്മളോട് പറയുകയാണ്: നിന്നോട് കരുണയുള്ള കർത്താവ് അരുളി ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എന്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എന്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയില്ല. ദൈവം പറയുകയാണ്, ഈ ലോകത്ത് സകലതും മാറിപ്പോയേക്കാം, നമ്മുടെ ജീവിതം ദുഃഖത്തിലൂടെയും ദുരിതങ്ങളിലൂടെ ഒക്കെ ചിലപ്പോൾ കടന്നു പോയേക്കാം, ചിലപ്പോൾ നമ്മൾ കരുതി കൂട്ടി വച്ചിരിക്കുന്നതെല്ലാം നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ സ്വപ്നങ്ങളെല്ലാം പിച്ചു ചീന്തപ്പെടാം, എല്ലാം നഷ്ടപ്പെട്ടു പോയാലും അല്ലെങ്കിൽ ഈ ഭൂമിയിലുള്ള സകലതും മാറ്റപ്പെട്ടാലും ദൈവം പറയണ എന്റെ അചഞ്ചലമായ മാറ്റമില്ലാത്ത സ്നേഹം നിന്നെ പിരിയുകയില്ല. ആ പിരിയാത്തതിന്റെ ഏറ്റവും വലിയൊരു അനുഭവമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തിന്റെ ഏറ്റവും ആഴമേറിയ സ്നേഹം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, അത് അനുഭവിക്കാനും പങ്കുവയ്ക്കാനും നിരന്തരം ഓരോ ദിവസവും ദൈവം നമ്മളെ ഓരോരുത്തരെയും ക്ഷണിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് അനുഭവിച്ച് പങ്കുവയ്ക്കേണ്ടതാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കാൻ മാത്രമുള്ളല്ല, പങ്കുവയ്ക്കാനുള്ളത് കൂടിയാണ്. നമ്മള് പുറപ്പാടിന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തില് അവിടെ മോശയെ മനസ്സിലാക്കുന്ന ഒരു ദൈവമുണ്ട്, അറിയുന്ന ഒരു ദൈവത്തെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്ന വചനം ഇങ്ങനെയാണ്: കർത്താവ് മോശയോട് പറഞ്ഞു,
നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും. എന്തെന്നാൽ നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു. എനിക്ക് നിന്നെ നന്നായി അറിയാം. ദൈവമായ കർത്താവ് മോശയോട് പറയുകയാണ്, വിക്കനായ, കൊലപാതകിയായ, ചിലപ്പോ ഒന്നിനും കഴിവില്ല എന്ന് പറഞ്ഞ് ഒളിച്ചോടിയ ആ മോശയോട് എനിക്കിതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ മോശയോട് പറയാണ്, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം. നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവം. ആ മോശയെ അറിഞ്ഞ് മനസ്സിലാക്കിയ ദൈവം നാളെ ഇന്നലെ മോശ എന്തായിരുന്നു എന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ മോശ ആയിരിക്കുന്ന അവസ്ഥ ദൈവത്തിന് അറിയാം. നാളെ മോശ എന്തായി തീരും, എവിടെ വരെ മോശയ്ക്ക് പോകാൻ പറ്റും എന്ന് കൃത്യമായിട്ട് അറിയാവുന്ന ദൈവം പറയാണ്, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും. ഒരു മനുഷ്യൻ പറഞ്ഞ് ദൈവം ചെയ്യുമെന്ന് ദൈവം പറയാണ്. കാരണം നീ എന്റെ പ്രീതി നേടിയിരിക്കുന്നു, നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഓരോരുത്തരെയും ദൈവം ഇതുപോലെ അറിയുന്നുണ്ട്. മോശയെ അറിഞ്ഞ ദൈവം അതുപോലെ തന്നെയാണ് എന്നെയും നിങ്ങളെ അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്നത്. ഞാൻ വീണ്ടും എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഓർക്കുകയാണ്. 2014 ക്രിസ്ത്യൻ മിനിസ്ട്രി, കോട്ടയത്തുള്ള ക്രിസ്ത്യൻ മിനിസ്ട്രി പവർ ഇവാഞ്ചലൈസേഷൻ എന്ന പേരിൽ ഡിവൈനിൽ വെച്ച് ശുശ്രൂഷകർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രോഗ്രാം ധ്യാനം ചെയ്തു. അതിൽ പങ്കെടുക്കാനല്ല ഞാൻ പോയത്, അവിടെ വോളണ്ടിയർ ആയിട്ടാണ് ഞാൻ കടന്നുപോയത്. അവിടെ വരുന്നവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനൊക്കെ ആയിട്ട്, വണ്ടി ഓടിച്ച ആൾക്കാരെ കൊണ്ടുവരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമ്പറമ്പിൽ അച്ഛന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു, 1/2 മണിക്കൂർ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ പണികളും അന്ന് മാറ്റി വെച്ചുകൊണ്ട് അച്ഛന്റെ സെഷൻ വന്നപ്പോൾ കാണണം കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ആ ബാക്കിൽ പോയി അവിടെ ചാരി നിന്നു. അച്ഛന്റെ സെഷൻ ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ കഴിഞ്ഞിട്ടുണ്ടാവും. ആ സമയത്ത് എന്റെ ഷോൾഡർ ഭയങ്കര വേദന. അപ്പൊ എന്റെ കൂടെ സഹശുശ്രൂഷനായ ഒരു ചേട്ടനോട് ഞാൻ പറഞ്ഞു, അങ്കമാലിയിലുള്ള ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ എന്റെ ഷോൾഡർ ഭയങ്കര വേദന എടുക്കാണ്, ഒരു രക്ഷയില്ല എന്ന് പറയുന്നത്. അപ്പൊ ആ സഹോദരൻ അടുത്ത കസേര എടുത്ത് എനിക്ക് തന്നിട്ട് പറയാണ്, നീ ഇവിടെ ഇരിക്കുക, ഷോൾഡർ വേദന എടുക്കാൻ കുറച്ചു നേരം ഇരിക്കുക, ഇത്രയും നേരം ഓടി നടന്നതല്ലേ, രാത്രിയൊക്കെ ജോലി ചെയ്തുകൊണ്ട് നടന്നതല്ലേ, അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സെഷൻ ഒരു 5 മിനിറ്റ് കൂടെ മുന്നോട്ട് പോയപ്പോൾ ബഹുമാനപ്പെട്ട നായിക്കാമ്പറമ്പിൽ അച്ഛൻ സ്റ്റേജിൽ നിന്ന് 1500 1600 പേർ അവിടെ പങ്കെടുക്കുന്നുണ്ട്. അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, ദൈവം ഒരു മകനെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി വിളിക്കുന്നുണ്ട്, അതിനൊരു അടയാളവും ദൈവം കൊടുക്കുന്നുണ്ട്, അവന്റെ ഷോൾഡർ ഭയങ്കരമായിട്ട് വേദന എടുക്കുന്നു എന്ന് അച്ഛൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ കേട്ടു. എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. എന്റെ കൂടെ നിന്ന ചേട്ടൻ അത് കേട്ടിട്ട് പറഞ്ഞു, ആ ചേട്ടൻ വർഷങ്ങളായിട്ട് നവീകരണത്തിലുള്ള ആ ചേട്ടൻ അത് തിരിച്ചറിയാൻ പറ്റി. ആ ചേട്ടൻ പറയുകയാണ്, എടാ നിന്നെ കുറിച്ചാണ് പറയുന്നത്, നിന്റെ ഷോൾഡർ വേദന എടുക്കുന്നു നീ പറഞ്ഞത്, നിന്നെയാണ് ദൈവം വിളിച്ചിരിക്കുന്നത് വചനം പ്രഘോഷിക്കാൻ എന്ന് പറഞ്ഞു. ഇവിടെ അന്ന് വിളിച്ച ദൈവം ഇന്ന് ഇവിടെ ഇരുന്ന് അനേകരോട് ഓൺലൈനിലൂടെയും അല്ലാതെയും അനേകരോട് ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട് എന്നെ വ്യക്തിപരമായിട്ട് അറിയുന്ന ദൈവം എന്നെ തിരഞ്ഞെടുത്ത് ഇതിനായിട്ട് നിയോഗിച്ചു. എന്നെ സ്നേഹിക്കുന്ന ദൈവം നമ്മൾ ഓരോരുത്തരെയും അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞ് മനസ്സിലാക്കി നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. വിശുദ്ധ ബൈബിൾ പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ മോശയെയും ജോഷയെയും പൂർവ്വ ജോസഫിനെയും ദാവീദ് രാജാവിനെയും എല്ലാവരെയും അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ദൈവം ഇന്ന് നമ്മളെയും അതുപോലെ തന്നെ മാറ്റമില്ലാതെ ആ ദൈവം ഇന്ന് നമ്മളെ ഓരോരുത്തരെയും കൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രം നോക്കിയാൽ നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും, അവരുടെ കൂടെ നടന്ന് അവരെ പരിപാലിക്കുന്ന സ്നേഹിക്കുന്ന ദൈവത്തെ. ഇസ്രായേൽ ജനത്തിന്റെ പുറപ്പാട് യാത്രയിൽ രാത്രി കാലങ്ങളിൽ പകൽ കാലങ്ങളിൽ അവർ വെയിലേറ്റ് വാടാതിരിക്കാൻ, അവർ ബുദ്ധിമുട്ടാതിരിക്കാൻ, തന്റെ ജനം തന്റെ മക്കൾ വീണുപോകാതിരിക്കാൻ അവരുടെ കൂടെ മേഘസ്തംഭമായിട്ട് തണലേകി അവരുടെ കൂടെ നടന്ന് സ്നേഹിച്ച ദൈവം. രാത്രികാലങ്ങളിൽ വഴി തെറ്റിപ്പോകാതിരിക്കാൻ, തട്ടിത്തടഞ്ഞ് വീഴാതിരിക്കാൻ അഗ്നിസ്തംഭമായി അവരുടെ കൂടെ നടന്ന് സ്നേഹിച്ച ദൈവം. ദാഹിച്ചപ്പോൾ കരിമ്പാറയിൽ നിന്ന് വെള്ളം നൽകി, രുചികരമായ വെള്ളം നൽകി. വിശന്നപ്പോൾ കാടപ്പക്ഷിയെയും മന്നയെയും നൽകി 40 വർഷം അവരെ കൊണ്ടു നടന്ന് പരിപാലിച്ച ദൈവത്തെ പുറപ്പാട് സംഭവത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ പുറപ്പാടിന്റെ പുസ്തകം 16:35 വചനം നമ്മളോട് പറയുന്നു, ഇസ്രായേൽക്കാർ മനുഷ്യവാസമുള്ള സ്ഥലത്ത് എത്തുന്നത് വരെ 40 വർഷത്തേക്ക് മന്ന ഭക്ഷിച്ചു. അവർ നടന്നപ്പോൾ അവരുടെ ചെരുപ്പുകൾ തേഞ്ഞില്ല, അവരുടെ വസ്ത്രങ്ങൾ പഴുകിപ്പോയില്ല. കാരണം ദൈവം തന്റെ ഹൃദയത്തിലാണ് അവരെ കൊണ്ടു നടന്നത്, തന്റെ ഉള്ളം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെ ഒരു ചെരുപ്പ് തേയാ? നമുക്കറിയാം, നമ്മളെ ഒരു വ്യക്തി എടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ നടന്നാൽ നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പ് ഒരിക്കലും തേഞ്ഞു പോകില്ല. അതുപോലെ പരിപാലിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രാത്രിയിൽ ദൈവമായ കർത്താവ് പറയാണ്, ഇതുപോലെ തന്നെയാണ് എന്നും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത്. ആ സ്നേഹം നിങ്ങൾ അനുഭവിച്ച് പങ്കുവെച്ച് ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ സ്നേഹിക്കുന്ന പിതാവിന്റെ സ്നേഹം അനുഭവിച്ച് പങ്കുവെച്ച് ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയും നമ്മളോട് പറയുകയും ചെയ്യുകയാണ്. യേശയ്യാ പ്രവാചന പുസ്തകം 49-ാം അധ്യായം 16-ാമത്തെ വാക്യത്തില് വചനം നമ്മളോട് ഇങ്ങനെ പറയുകയാണ്,
ഇതാ നിന്നെ ഞാൻ എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മളെ ഓരോരുത്തരെയും തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്താൻ തക്കവിധം സ്നേഹിക്കുന്ന ദൈവം. നമുക്കറിയാം, നമ്മുടെ ഉള്ളം കൈയാണ് ശരീരത്തിലെ മുഖത്തോട് ഏറ്റവും അടുത്ത് പിടിക്കാവുന്ന നമ്മുടെ ശരീരത്തിന്റെ ഒരു അവയവവും, അതുപോലെ നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു അവയവവും. അത് മാത്രമല്ല നന്നായിട്ട് വെളുത്തതാണ്. അവിടെ അപ്പൊ എന്ത് എഴുതിയാലും നമുക്ക് വായിക്കാൻ പറ്റും. ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും പേര് തന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുവാൻ വേണ്ടിയിട്ട്, നമ്മൾ ഓരോരുത്തരെയും കണ്ടുകൊണ്ട് സ്നേഹിക്കുവാൻ, നമ്മൾ ഓരോരുത്തരെയും നിരന്തരം സ്നേഹിച്ചുകൊണ്ടിരിക്കുവാൻ തന്റെ ഉള്ളം കയ്യിൽ നമ്മളെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവം. വീണ്ടും ഞാൻ കഴിഞ്ഞ ഈ ഒരു 2024 എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. 2024 ഏപ്രിൽ മെയ് മാസങ്ങളില് നമ്മുടെ ഹോൾ ഹോം ടീമിന്റെ നേതൃത്വത്തില് ഒരു 34 പേര് പഞ്ചാബിലും വെസ്റ്റ് ബംഗാളിലുമായിട്ട് മിഷന് പോയി. 5ഓളം കുടുംബങ്ങളാണ് കടന്നു പോയത്. വലിയ കുടുംബങ്ങൾ, 5ഉം 6ഉം മക്കളൊക്കെ ഉള്ള കുടുംബങ്ങളാണ് കൂടുതലും പോയത്. ഇവരുടെ ആ യാത്രയ്ക്ക് കുറച്ച് 2023 ഇവിടെ കാലടിക്ക് അടുത്തുള്ള ദിവ്യാരണ്യ ആശ്രമത്തില് നമ്മൾ ഈ ഷൂവിന്റെ ഫിസിക്കൽ കോഴ്സുകൾ നടത്തുന്നുണ്ടായിരുന്നു. 3 ദിവസത്തെ 10 ആഴ്ചയായിട്ട് നമ്മൾ നടത്തുന്ന, ഓൺലൈനിൽ നടത്തുന്ന ഈ പ്രോഗ്രാം 3 ദിവസത്തെ ഫിസിക്കൽ കോഴ്സായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ വെച്ച് ഒരു കോഴ്സിന്റെ അവസാനം ആശീർവാദം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രാർത്ഥന നടക്കുന്ന സമയത്ത്, ദിവ്യാരണ്യ ആരാധന നടക്കുന്ന സമയത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട ഇമ്മാനുവൽ കോയൻ SJ അച്ഛൻ, നമ്മുടെ അനിമേറ്ററായ അച്ഛനാണ് അത് ലീഡ് ചെയ്തിരുന്നത്. അപ്പൊ അച്ഛൻ എല്ലാവരുടെ തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചത് അൾത്താരയിലേക്ക് കയറ്റി നിർത്തി അച്ഛൻ എല്ലാവരെയും ദിവ്യാനത്തിന്റെ സന്നിധിയിൽ വെച്ചാണ് തലയിൽ കൈവച്ച് അനുഗ്രഹ പ്രാർത്ഥന നടത്തിയത്. ആ അനുഗ്രഹ പ്രാർത്ഥന നടത്തുന്ന സമയത്ത് എന്നോട് 2023 പറഞ്ഞ കാര്യമാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ജെനി, നീ ദിവ്യകാരുണ്യവുമായിട്ട് ജെറീക്കോ പ്രയർ നടത്തുന്നത് ദൈവം കാണിച്ചു തരുന്നുണ്ട് എന്ന് എന്നോട് പറഞ്ഞു. ഒരു വണ്ടിയിൽ നീ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് കാണിച്ചു തരുന്നുണ്ട് ദിവ്യകാരുണ്യമായിട്ട്, കുറച്ച് പേര് നിന്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ അച്ഛനോട് പറഞ്ഞു, ദൈവം ആഗ്രഹിക്കുന്ന നടത്തട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വർഷങ്ങളായിട്ട് ആഗ്രഹിക്കുന്നതാണ്, പക്ഷെ അതിനുവേണ്ടി അധികം പ്രാർത്ഥിക്കാറൊന്നുമില്ല. ദൈവം ആഗ്രഹിക്കുന്നത് നടത്തട്ടെ എന്ന് വിചാരിച്ച് മുന്നോട്ട് പോകാറാണ് പതിവ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പഞ്ചാബിൽ വെച്ച്, ആ മിഷനിൽ വെച്ച്, പഞ്ചാബിൽ നിന്ന് ഞങ്ങൾ താമസിച്ച ഒരു ഗ്രാമത്തിൽ നിന്ന് 150-200 കിലോമീറ്റർ ഉണ്ടായിരുന്ന അടുത്ത ഗ്രാമത്തിലേക്ക് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ യാത്ര ചെയ്ത്. അന്ന് എന്റെ കുടുംബം എന്റെ കൂടെ ഉണ്ട്, ഷീച്ചാന്റെ കുടുംബമുണ്ട്, ഷിബിച്ചാൻ, അവരൊക്കെ ഉണ്ട്. ഞങ്ങൾ യാത്ര ചെയ്ത ആ ബസ് ഓടിച്ചിരുന്നത് ഞാനായിരുന്നു. ഞങ്ങൾക്ക് വെച്ചൊരു ബസ് വന്നു, ആ ബസ് ഓടിച്ചിരുന്നത് ഞാനായിരുന്നു. ആ ബസ് ഓടിച്ചു പോകുമ്പോൾ അതിൽ ഒരു അച്ഛൻ ദിവ്യകാരുണ്യം പിടിച്ച് ജെറീക്കോ പ്രയർ നടത്തിക്കൊണ്ടാണ് അന്ന് യാത്ര ചെയ്ത്. രാവിലെ 6 മണിക്ക് തുടങ്ങിയ യാത്ര രാത്രി 10 മണിയായപ്പോഴാണ് അവസാനിച്ചത്. ആ നിമിഷം വരെ ആ ജെറീക്കോ പ്രയർ പഞ്ചാബിന്റെ മണ്ണിലൂടെ യാത്ര ചെയ്തു. 1 വർഷം മുന്നേ ദൈവം അരുളി ചെയ്യുകയാണ്, നാളെ എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എന്നെ അറിയാവുന്ന ദൈവം പറയുകയാണ്, നിന്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുമെന്ന് പറഞ്ഞ ദൈവം അത് എന്റെ ജീവിതത്തിലൂടെ നടത്തുന്നത്, എന്നെ അറിഞ്ഞ് സ്നേഹിക്കുന്ന, എന്റെ ഉള്ളറിയുന്ന ദൈവം, എന്നെ മനസ്സിലാക്കുന്ന ദൈവം എന്റെ ജീവിതത്തിലേക്ക് അത് എന്റെ ജീവിതത്തിൽ സംഭവമാക്കി, അനുഭവമാക്കി നൽകുന്നത് എന്റെ ജീവിതത്തിൽ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, വീണ്ടും യെശയ്യാ പ്രവചന പുസ്തകം 49 അധ്യായം 15 വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയാണ്, അമ്മയേക്കാൾ അധികം സ്നേഹിക്കുന്ന ദൈവം. അവിടെ പറയുന്നു, മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാവുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. നമ്മൾ പത്രമാധ്യമങ്ങളിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഒരുപാട് അമ്മമാര് കുഞ്ഞുങ്ങളെ ഉപേക്ഷിക്കുന്നതും കൊന്നുകളയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ദൈവം പറയാണ്, ഒരു അമ്മയ്ക്കും, ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കൊക്കെ പെട്ടെന്ന് മനസ്സിലാവുന്ന കാര്യം, ഒരമ്മയ്ക്കും തന്റെ കുഞ്ഞിനെ മറക്കാൻ പറ്റില്ല. പുത്രനോട് പെറ്റമ്മയ്ക്ക് കരുണ കാണിക്കാതിരിക്കാനും പറ്റില്ല. ദൈവം പറയാണ്, അത് രണ്ടും സംഭവിച്ചാലും ഞാൻ നിന്നെ മറക്കില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ ഹൃദയത്തിലായിരിക്കും. ആ ഹൃദയത്തിൽ വസിക്കുന്നവരെ ദൈവത്തിന് ഒരിക്കലും തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഓർക്കാതിരിക്കാനോ പറ്റുകയില്ല എന്ന് വചനം നമ്മൾ ഓർപ്പിക്കുന്നു. മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നതിലധികമായി ദൈവം നമ്മൾ ഓരോരുത്തരെയും നിരന്തരം സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് കാണാൻ പോകുന്നത് എങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളെ സ്നേഹിക്കുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ അതിനുള്ളൊരു വിധം എന്ന് പറയുന്നത്, ഒത്തിരി കാര്യങ്ങൾ മാതാപിതാക്കൾ നമുക്ക് നൽകുന്നുണ്ട്. അതിന് ഒന്നാമത്തെ ഒരു വിധം, കരങ്ങളിലെടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് മുത്തം നൽകി സ്നേഹിക്കുന്നു. നമ്മൾ ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ നമ്മുടെ എല്ലാ മക്കളെ എത്രയോ പ്രാവശ്യം കരങ്ങളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് അത്രമാത്രം മുത്തം നൽകിയിട്ടുണ്ട്. എന്റെ ഭാര്യ ഇപ്പൊ 7ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റായിട്ടിരിക്കുന്ന, 5 മാസം പ്രഗ്നന്റായിട്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുറച്ചു മുന്നേ കൂടി എന്റെ ഇളയ മകൻ എന്റെ മടിയിൽ വന്നിരുന്ന് കുറെ മുത്തം എനിക്ക് നൽകി, ഞാനും അവന് കുറെ മുത്തം നൽകി. എല്ലാ മക്കളും അങ്ങനെ തന്നെയാണ്. ഇന്നും അവർ ക്ലാസ്സിൽ പോകുമ്പോഴും ഉറങ്ങാൻ പോകുമ്പോഴും രാവിലെ എണീറ്റ് വരുമ്പോഴും ഒക്കെ അവർക്ക് മുത്തം നൽകുന്ന ഒരു സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോൾ ഇവരുടെ വരെ മാതാപിതാക്കൾ ഈ വിധമാണ് സ്നേഹിക്കുന്നത്. ദൈവമായ കർത്താവ് പറയാണ്, അതിനേക്കാൾ അധികം സ്നേഹിക്കുന്ന ദൈവമാണ്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11:3 പറയുന്നു, ഞാൻ അവരെ എന്റെ കരങ്ങളിൽ എടുത്തു.
യെശയ്യാ പ്രവചനം 40:11 പറയുന്നു, അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോട് അണച്ച് തളയാടുകളെ സാവധാനം നയിക്കുന്നു. നമ്മൾ ഓരോരുത്തരെയും കരങ്ങളിലെടുത്ത് നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്ന ദൈവത്തെ കുറിച്ച് വചനം നമ്മൾ പറയുന്നുണ്ട്. വീണ്ടും നമ്മള് മാതാപിതാക്കളുടെ സ്നേഹത്തെ അടുത്തൊരു വിധം കാണുകയാണ്. സ്വയം നടക്കാൻ കഴിവുള്ളവർ ആകുന്നവരെ കൈപിടിച്ച് നടത്തി സ്നേഹിക്കുന്നു. നമ്മളെ നമ്മുടെ മാതാപിതാക്കൾ കൈപിടിച്ച് നടത്തി സ്നേഹിച്ചിട്ടുള്ളതാ, അല്ലെങ്കിൽ നടക്കാൻ പഠിപ്പിച്ചിട്ടുള്ള. നമ്മൾ നമ്മുടെ മക്കളെയും അങ്ങനെ തന്നെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാകണമെങ്കിൽ ഒന്ന് കുനിയണം, നടു ചിലപ്പോൾ വേദന എടുക്കും, അവരുടെ പൊക്കത്തിലേക്ക് നമ്മളൊന്ന് കുനിഞ്ഞാകണം. ഇത്രയേറെ ത്യാഗത്തോടെയാണ് ഓരോ മാതാപിതാക്കളും മക്കളെ നടക്കാൻ പഠിപ്പിക്കുന്നത്. ഞാൻ വീണ്ടും ഓർക്കണം, എന്റെ ജീവിതത്തിൽ ചെറുപ്പകാലത്ത് ഞാൻ ആശാൻ പള്ളിക്കൂടത്തില്, ഇന്ന് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, ആശാൻ പള്ളിക്കൂടത്തിൽ പഠിക്കാൻ പോകുന്ന കാലത്തിൽ, സ്കൂളിൽ പോകുന്നതിന് മുന്നേ എന്റെ അപ്പച്ചന്റെ അപ്പൻ എല്ലാ ദിവസവും എന്നെ കുണുന്നാക്കുന്ന അപ്പാപ്പനായിരുന്നു. അത് തോളിൽ ഇരുത്തിയാണ്, എന്നെ രണ്ട് തോളുമായിട്ട് കാലിങ്ങനെ എടുത്തിട്ട് ഇരുത്തിയാണ് എന്നെ എല്ലാ ദിവസവും കൊണ്ടുപോയിരുന്നത്. അത്രയേറെ സ്നേഹം, ദൈവത്തിന്റെ സ്നേഹം നിരന്തരം നൽകിയതാണ്. ഞാൻ വീണ്ടും ഓർക്കാണ്, ചെറുപ്പകാലങ്ങളിൽ ഞാൻ എന്റെ അമ്മാമ്മയുടെ കൂടെയാണ് കിടക്കാറുള്ളത്. ഒരു വീട്ടിൽ തന്നെ അമ്മാമ്മ കിടക്കുന്നോടത്ത് കിടക്കാറ്. അമ്മാമ്മയുടെ കൂടെ കിടക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തെ കുറിച്ചുള്ള നിരന്തരം ഓരോ കഥകൾ പറഞ്ഞാൽ അമ്മാമ്മ രാത്രി കാലങ്ങളിൽ ഞാൻ ഉറങ്ങുന്നതിന് മുന്ന് എന്നെ പറഞ്ഞു കേൾപ്പിക്കുമായിരുന്നു. അത് കേൾക്കാൻ വളരെ ഉത്സാഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഇവിടെ അതുപോലെ ദൈവം നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുകയാണ്. വീണ്ടും വചനം നമ്മൾ പറയുകയാണ്, ഹോശേയ 11:3 പറയുന്നു, എഫ്രായിമിനെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. എഫ്രായിമിനെ, ദൈവത്തിന്റെ മക്കളെ നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. യെശയ്യാ പ്രവചനം 30:21 പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലെ പോവുക. ശരിയായ വഴി നമ്മളെ പഠിപ്പിക്കുന്ന, ആ വഴിയിലൂടെ നടക്കാൻ നമ്മളെ പഠിപ്പിക്കുന്ന, നമ്മളെ കൈ പിടിച്ച് നടത്തുന്ന ദൈവത്തിന്റെ സ്നേഹം. വീണ്ടും മാതാപിതാക്കൾ സ്നേഹിക്കുന്ന ഒരു വിധമാണ്, സ്വയം ഭക്ഷണം കഴിക്കാൻ കഴിവുള്ളവരാകുന്നവരെ ഭക്ഷണം വായിൽ വെച്ച് നൽകി സ്നേഹിക്കും. നമ്മളൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളവരാണ്. നമുക്കും അങ്ങനെ ഒത്തിരി കിട്ടിയതിന്റെ ഫലമാണ് നമ്മൾ ഇന്ന് വളർന്നു വലുതായിരിക്കുന്നത്. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 11:4 കർത്താവ് പറയാണ്, ഞാൻ കുനിഞ്ഞ് അവർക്ക് ഭക്ഷണം നൽകി. അവരുടെ സഹോദരങ്ങളെ, എന്നും ദൈവം നമ്മളെ കൈപിടിച്ച് നടത്തുന്നുണ്ട്, മാറോട് ചേർത്ത് സ്നേഹിക്കുന്നുണ്ട്, തന്റെ ശരീരം ഭക്ഷണമായിട്ട് നിരന്തരം വച്ച് വിളമ്പി നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിരന്തരം സ്നേഹിക്കുന്ന ദൈവമാണ്. വിശുദ്ധ കുർബാനയിലൂടെ നിരന്തരം ദൈവം നമ്മളെ സ്നേഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ക്വസ്റ്റ്യൻ ഉണ്ട്, ദൈവം ആരെയാണ് ഏറ്റവും അധികം സ്നേഹിക്കുന്നത്? നന്മ ചെയ്യുന്നവരെയാണോ, പാപികളെയാണോ, പാപത്തിൽ നിന്ന് പിന്തിരിയുന്നവരാണോ, അത് ഒരിക്കലും പാപം ചെയ്യാത്തവരാണ്? ഇവിടെ പല ഉത്തരങ്ങളും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാം. എന്നാൽ ദൈവം നമ്മളെ ഓർപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എല്ലാവരെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ഈ ലോക സകലരെയും ഒരുപോലെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ അറിഞ്ഞ് മനസ്സിലാക്കി സ്നേഹിക്കുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ചാണ് നമ്മുടെ വചനം പറയുന്നത്. ഫ്രാൻസിസ് മാർപാപ്പ തന്റെ ഫ്രിത്തിലി തൂത്തി എന്ന ചാക്രി ലേഖനത്തിൽ അവിടെ പറയുകയാണ്, എല്ലാവരും സഹോദരങ്ങളാണ്, എല്ലാവരും ദൈവത്തിന്റെ മക്കളാണ്. ഈ ലോകത്തിലെ സകലരും, ഏത് ജാതിയും മതം എന്തോ ആയിരുന്നോട്ടെ, അവരെല്ലാവരും സഹോദരങ്ങളാണെന്ന് പാപ്പ പറഞ്ഞു വയ്ക്കുകയാണ്. എന്നിട്ട് പാപ്പ 2015 ഇറക്കിയ ചാക്രി ലേഖനം ലൗദാത്തോ സിയിൽ പറയുന്നു, ഭൂമി നമ്മുടെ പൊതുഭവനമാണ്, അതിന്റെ പരിചരണം നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഇന്നലെ ഉണ്ടായിരുന്ന നമ്മുടെ തലമുറകൾ, അല്ലെങ്കിൽ നമ്മുടെ പൂർവികർ നമുക്കായിട്ട് ഈ ഭൂമിയെ കരുതി വെച്ച് നമുക്ക് നൽകി. ഇന്ന് നാം ജീവിക്കുമ്പോൾ അതിന്റെ ആ സുഖങ്ങൾ അനുഭവിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ അത് നാളെ വരുന്ന തലമുറയ്ക്കും അവർക്കും കിട്ടാൻ പാകത്തിന് കരുതി വെക്കണമെന്നും അതിനെക്കുറിച്ചുള്ള കരുതലുണ്ടാകണം. അതുകൊണ്ട് ഈ ഭൂമിയെ, ഇതിലുള്ള സംവിധാനങ്ങൾ നശിപ്പിച്ചു കളയരുതെന്നും പാപ്പ ആ ചാക്രി ലേഖനത്തിലൂടെ നമ്മൾ ഓർപ്പിക്കാണ്. അപ്പോൾ ആ എല്ലാവരും സഹോദരങ്ങളാണ്, അപ്പന്റെ മക്കളാണ്. ഞാനും ആ ദൈവത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് പാപ്പ പറഞ്ഞതുപോലെ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ജെറമ്യ 29:11 ദൈവത്തിന്റെ പദ്ധതിയെ കുറിച്ച് അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ കുറിച്ചുള്ള പദ്ധതി എന്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണിത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്നത്. ദൈവത്തിന്റെ കരത്തിലാണ് നമ്മളെക്കാൾ നല്ലൊരു പദ്ധതി ഉള്ളത്. നമ്മുടെ കയ്യിലുള്ള പദ്ധതികൾ ചിലപ്പോൾ പാളിപ്പോകാം. ദൈവം പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും ചേർന്ന പദ്ധതി, ശുഭമായ ഭാവി പ്രത്യാശ നൽകുന്ന പദ്ധതി എന്റെ കരങ്ങളിലാണെന്ന് ദൈവമായ ഭർത്താവ്. അതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അപ്പോൾ യോഹന്നാൻ ശ്ലീഹ ആ പദ്ധതിയെ കുറിച്ച് നമ്മളോട് പറയാണ്. യോഹന്നാൻ 15:12 പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക. ദൈവം സ്നേഹിച്ച് എങ്ങനെയാണെന്ന് നമുക്കറിയാം. തന്റെ പകർത്ത് നൽകി തന്റെ ജീവനെ മുഴുവൻ നമുക്ക് പകർന്നു നൽകിക്കൊണ്ട് ദൈവം നമ്മളെ സ്നേഹിച്ചെങ്കിൽ ദൈവമായ കർത്താവ് പറയാണ്, എന്റെ പദ്ധതി ഇതാണ്, അതുപോലെ സ്നേഹിച്ച് ഈ ഭൂമിയിൽ ദൈവരാജ്യ കുടുംബമായിട്ട് നിങ്ങൾ ഓരോരുത്തരും ജീവിക്കണമെന്ന് വചനം നമ്മളോട് വീണ്ടും ഓർപ്പിക്കുന്നു. ദൈവം എന്നെ വ്യക്തിപരമായിട്ട് വ്യവസ്ഥകളില്ലാതെ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്റെ സർവ്വശക്തിയോടും കൂടെ എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ആ ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മളോട് പറയുന്നത്. ദൈവത്തിന്റെ സ്വപ്നം ഇതാണ്. ആ സ്നേഹം നമ്മൾ ഓരോരുത്തരും അനുഭവിച്ചറിയണമെന്നും മറ്റുള്ളവരുമായി പങ്കുവെച്ച് ദൈവരാജ്യ സ്നേഹാനുഭവത്തിൽ ജീവിക്കണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റുക എന്നുള്ളത്
മക്കളായ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യമാണ്. ഞാൻ പെട്ടെന്ന് ഓർക്കുന്ന ഒരു കാര്യം, വിശുദ്ധയായ മാർഗരറ്റ് അലക്കോക്ക് എന്ന് പറയുന്ന വിശുദ്ധ, ആ മകളോട് ദൈവം ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു ദിവസം ആരാധനയ്ക്കിരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്, മകളെ നിന്റെ ആ ഒരു ആഗ്രഹം വെച്ചാൽ ഈശോ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആഗ്രഹം, ഈശോ പറയാണ് നീ മാത്രമാണ് ഇവിടെ ഉള്ളായിരുന്നെങ്കിലും ഞാൻ നിനക്ക് വേണ്ടിയിട്ട് ഈ കുരിശു മരണം അല്ലെങ്കിൽ ഈ കുദാശ, വിശുദ്ധ കുർബാന എന്ന കുദാശ ഞാൻ സ്ഥാപിക്കുമായിരുന്നു എന്ന്. അത്രയേറെ സ്നേഹിക്കുകയാണ് ദൈവം. നമ്മൾ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതുകൊണ്ടാണ് വിശുദ്ധ കുർബാനയായിട്ട് അവിടുന്ന് മാറിയത്. വിശുദ്ധ മദർ തെരേസയെ നമ്മൾ കാണുന്നുണ്ട്. മദർ തെരേസയെ കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? തന്റെ സംസാരത്തിലും സംഭാഷണങ്ങളിലും കൂടിക്കാഴ്ചകളും ദൈവത്തിന് അളവില്ലാത്ത സ്നേഹത്തെ കുറിച്ച് ആവർത്തിച്ച് പറയുമായിരുന്നു. മദർ തെരേസയെ കുറിച്ച് പറയുന്ന വേറൊരു കാര്യമുണ്ട്, ഒത്തിരി സമയം ദിവ്യകാരുണ്യ ആരാധനയിൽ ഇരിക്കുമായിരുന്നു. അവിടുന്ന് സ്നേഹം ഇങ്ങനെ ഈ ഒരു സ്നേഹം അനുഭവിക്കുന്ന മറ്റുള്ളവരെ പങ്കുവയ്ക്കാൻ തന്റെ പ്രവർത്തികളിലൂടെ മറ്റുള്ളവരെ കരുതുകയും മറ്റുള്ളവരുടെ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയൊക്കെ അത് മദർ തെരേസ ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു തലമാണ് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോവുക എന്നുള്ളത്, ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് പോവുക എന്നുള്ളത്, വിശുദ്ധ ബൈബിൾ വായിക്കുക എന്നുള്ളതൊക്കെ. അങ്ങനെ അതിലൂടെ അറിയുന്ന ദൈവത്തിന്റെ സ്നേഹത്തെ മറ്റുള്ളവരുമായിട്ട് നമ്മുടെ കുടുംബത്തിലുള്ള ചുറ്റുപാടുമുള്ള ഈ ലോകത്തിലെ സകലരോടും അനുഭവിച്ച് പങ്കുവെച്ചു കൊടുക്കുക എന്നുള്ളത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രായോഗിക തലമാണ്. രണ്ടാമത്തെ തലമാണ് നിരന്തരം പ്രാർത്ഥിക്കുക എന്നുള്ളത്. വിശുദ്ധ കൊച്ചുരഹസ്യ ഈ മാസമായിരുന്നു കൊച്ചുരഹസ്യ പുണ്യവതിയുടെ തിരുനാള്. വിശുദ്ധ കൊച്ചുരഹസ്യയുടെ ജീവിതത്തിൽ നിരന്തരം ഈ ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ്. നിരന്തരം ഇങ്ങനെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അത് അനുഭവിച്ചറിഞ്ഞ കൊച്ചുരഹസ്യ പുണ്യവതി അനേകരുടെ ജീവിതത്തിലേക്ക് പുറത്തു പോയിട്ടല്ല, പക്ഷെ ആ മഠത്തിന്റെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് തന്നെ അനേകർക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥ പ്രാർത്ഥന നടത്തിക്കൊണ്ട് ആ ദൈവത്തിന്റെ സ്നേഹം അനേകരുടെ ജീവിതത്തിലേക്ക് പങ്കുവെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രായോഗിക തലമാണ് ഇത്. അനേകർക്ക് വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ദൈവസ്നേഹം പകർന്നു കൊടുക്കാൻ വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിക്കുക എന്ന്. വിശുദ്ധ ഫ്രാൻസിസ് അസിസി ആ സ്നേഹം അനുഭവിച്ച് അനേകരുമായിട്ട് പങ്കുവെച്ച് ജീവിച്ചു പോയ ഒരു വിശുദ്ധനാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം ഈ രാത്രി ക്ഷണിക്കുവാണ് ഈ ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുവാനും പങ്കുവയ്ക്കാനായിട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം, ദൈവമേ അങ്ങനെ സ്നേഹം നിരന്തരം ഓരോ നിമിഷം അനുഭവിക്കാനും അത് ഞങ്ങളുടെ ജീവിതത്തിലൂടെ പങ്കുവയ്ക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ആമേൻ. ജീവിതങ്ങളിൽ നിന്ന് അവർ അറിഞ്ഞ ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് കണ്ടെത്താനായിട്ട് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ പോവുകയാണ്. ഒന്ന് വയനാട്ടിൽ നിന്ന് ചെറിയാൻ ചേട്ടനാണ്, രണ്ട് ആലുവയിൽ നിന്ന് ജിൻസിയാണ്. നമുക്ക് ചെറിയാൻ ചേട്ടനിലേക്ക് പോകാം. ചെറിയാൻ ചേട്ടാ, സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? സ്തുതിയായിരിക്കട്ടെ. ഷിജു പറഞ്ഞതുപോലെ എൻ്റെ പേര് ചെറിയാൻ. ഞാൻ വയനാട് ജില്ലയിലെ പുൽപ്പള്ളി അടുത്ത് മുള്ളൻകൊല്ലി സെന്റ് മേരീസ് ഇടവകാംഗമാണ്. ഞാൻ ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. എനിക്ക് ഭാര്യ, 2 മക്കളുണ്ട്. 2 മക്കളും വിദേശത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. ഇതാണ് എന്നെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. താങ്ക് യു ചെറിയാൻ ചേട്ടാ. ജിൻസി ഒന്ന് പരിചയപ്പെടുത്താവോ? എന്റെ പേര് ജിൻസി, ഞാൻ ആലുവയിൽ താമസിക്കുന്നു. ഞാനൊരു വീൽ ചെയറിൽ യാത്ര ചെയ്യുന്ന ഒരാളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു പനി വന്നിട്ട് തളർച്ച വന്നതാണ്. ഞാൻ കംപ്ലീറ്റ് തളർന്നു പോയിരുന്നു. ഇപ്പോൾ ദൈവത്തിന്റെ സ്നേഹത്താൽ ഞാൻ വീൽ ചെയറിൽ ഇരുന്ന് യാത്ര ചെയ്യുന്നു. പിന്നെ എന്റെ ഫാദറും മദറൊക്കെ മരിച്ചു പോയതാണ്. സഹോദരങ്ങള് 6 പേരുണ്ടായിരുന്നു, ഇന്ന് ഒരാളില്ല. ഞാനിപ്പോ ആലുവയില് തനിച്ചാണ് താമസിക്കുന്നത്. താങ്ക് യു. നമ്മള് ഇവരോട് ചോദിച്ചു തുടങ്ങാം. ചെറിയ ചേട്ടനോട് ആദ്യത്തെ ചോദ്യം ഞാനൊന്ന് ചോദിക്കാം. ദൈവസ്നേഹത്തിന്റെ ആദ്യത്തെ ഒരു അനുഭവം അല്ലെങ്കിൽ ദൈവസ്നേഹം അനുഭവിച്ച ഒരു സമയം, ആദ്യമായിട്ട് നമുക്കുണ്ടായ ഒരു, ഇപ്പൊ ചിലപ്പോ പറയുമല്ലോ, കല്യാണമൊക്കെ കഴിഞ്ഞ എന്റെ ജീവിതത്തില് ആദ്യത്തെ കുഞ്ഞ് കഴിഞ്ഞപ്പോ ആദ്യത്തെ കൊച്ചിനെ കണ്ടപ്പോ എന്ത് തോന്നി എന്ന് പറയും. പിന്നെ 1, 2, 3, 4, 5, 6 ആകുമ്പോ ആദ്യത്തെ കണ്ടതല്ല, പക്ഷെ ഓരോ കുഞ്ഞിനും വരുമ്പോൾ സന്തോഷമാണ്. പക്ഷെ ആദ്യത്തെ അനുഭവം എന്ന് പറയുന്ന ഒരു അനുഭവമാണല്ലോ. ചെറിയ ചേട്ടനെ സംബന്ധിച്ച് ഒരു ആദ്യ അനുഭവം, ദൈവസ്നേഹത്തിന്റെ ആദ്യത്തെ അനുഭവം എന്താണ്, എങ്ങനെയാണ്? ഞാൻ എൻ്റെ ചെറുപ്പകാലമൊക്കെ അല്ലെങ്കിൽ യുവാവായിരിക്കുന്ന കാലഘട്ടമൊക്കെ ഞാനൊരു സാധാരണ വിശ്വാസി മാത്രമായിരുന്നു. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്നു, സമയം കിട്ടുന്ന താല്പര്യം അനുസരിച്ച് ശനിയാഴ്ചകളിൽ പങ്കെടുക്കുമായിരുന്നു. അത്രയേ ഉള്ളൂ എൻ്റെ വിശ്വാസ ജീവിതം. ദൈവാനുഭവത്തിൽ അങ്ങനെയായിരുന്നു എൻ്റെ ആദ്യ കാലഘട്ടം. എന്നാൽ ഞാൻ 1991 കരിസ്മാറ്റിക് നവീകരണ പ്രസ്ഥാനമൊക്കെ ശക്തി പ്രാപിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രചോദനം, മറ്റുള്ളവരൊക്കെ ഒത്തിരി പേര് ധ്യാനിക്കാനൊക്കെ ആയിട്ട് പോകുന്നത്, അതുകൊണ്ട് ഒരു ധ്യാനത്തിൽ പങ്കെടുക്കണം. അങ്ങനെ 1991 ആദ്യമായിട്ട് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഞാൻ ധ്യാനത്തിൽ പങ്കെടുത്തു.
അവിടെ വെച്ചാണ് ഈ ദൈവസ്നേഹ അനുഭവത്തിന്റെ വലിയ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിൽ നിറയുവാൻ, ദൈവത്തിന്റെ വലിയ സ്നേഹവും സന്തോഷവും സമാധാനവും ശാന്തിയൊക്കെ അനുഭവിക്കാനായിട്ട് സാധിച്ചു. അതാണ് എൻ്റെ ആദ്യ അനുഭവം. തുടർന്ന് അനേക അവസരങ്ങളിൽ ഇതുപോലെ ധ്യാനത്തിൽ പങ്കെടുക്കാനും ഉപരിയായ ദൈവസ്നേഹം അനുഭവിക്കാനായിട്ടൊക്കെ അവസരം ലഭിച്ചു. 1991 ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞ ആദ്യത്തെ അനുഭവം. അത്രയും വർഷം കഴിഞ്ഞല്ലേ? 1991 അനുഭവം ഇപ്പോഴും കൺമുമ്പിൽ എന്ന പോലെ ഉണ്ട്. കാരണം അതൊരു ആദ്യ അനുഭവം ആയതുകൊണ്ടാണ് നമ്മളിൽ ഈ കൂടുന്ന പലരെയും, എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു ആദ്യത്തെ അനുഭവം അത് നമുക്ക് മറക്കാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതത്തെ ടച്ച് ചെയ്യുന്ന, നമ്മളെ തൊടുന്ന ഒരു അനുഭവമായിട്ട് എനിക്കും എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കും ഉണ്ടാവും. ഞാൻ ജിൻസിയിലേക്ക് പോവുകയാണ്. ജിൻസിയുടെ ജീവിതത്തിൽ ഈ ദൈവസ്നേഹം അനുഭവിച്ചറിയാനിടയായ സാഹചര്യം, കുറെ വർഷങ്ങളായിട്ട് വീൽ ചെയറിലാണ് 9ാം ക്ലാസ് മുതൽ. ആ സമയം മുതൽ ഇങ്ങോട്ട് തളർന്ന് നിരവധി പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു. എനിക്ക് തോന്നുന്നു ചെറിയാൻ ചേട്ടൻ ജീവിതത്തിൽ സാധാരണക്കാരനായ ഒരാള്, വളരെ സാധാരണ ക്രിസ്ത്യാനിയായിട്ട് പള്ളിയിൽ പോന്നു വരുന്നു, എന്നെ പോലെയൊക്കെ സൈഡിൽ ഉറക്കം തൂങ്ങി കുരിശ് വരച്ചു അങ്ങനെയൊക്കെ ജീവിച്ചു പോയ ഒരാളായിരിക്കാം. ജിൻസിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നുപോയി, സഹനങ്ങളിലൂടെ കടന്നുപോയി, നീണ്ട 10-30 വർഷമായിട്ട് ഇപ്പോൾ ഏറെക്കുറെ തളർന്നോ അല്ലെങ്കിൽ വീൽ ചെയറിലോ ഒക്കെ ആയിട്ടാണ്. ജിൻസിയുടെ ജീവിതത്തിലെ ആദ്യ ദൈവസ്നേഹാനുഭവം എന്താ? പറഞ്ഞതുപോലെ ഞാൻ വളരെ കഷ്ടതയുടെ വേദനയുടെ നടുവിലാണ് ദൈവത്തിന്റെ സ്നേഹം എനിക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിച്ചത്. എനിക്കിങ്ങനെ അസുഖം വന്നു 1 വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അമ്മ ക്യാൻസർ ആയിട്ട് മരിച്ചു. പിന്നെ സഹോദരങ്ങളാണെങ്കിൽ ജോലിക്കായിട്ടും പഠനത്തിനായിട്ടും മറ്റു മേഖലകളിലേക്കെല്ലാം മാറി. അപ്പൊ ജീവിതത്തില് ഞാൻ തനിച്ചായി. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ കോട്ടയത്ത് ഒരു ഹോസ്പിറ്റലിൽ, സിസ്റ്റേഴ്സ് നൽകുന്ന ഒരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റിനായിട്ട് പോകുന്നത്. അപ്പൊ സിസ്റ്റർമാരെ കാണാനായിട്ട് അവിടെ വരുന്ന ഒരു ബ്രദർ, പുള്ളി കരിസ്മാറ്റിക്കുകാരനായിരുന്നു. അപ്പൊ എന്നെ യാദൃശ്യമായിട്ട് കണ്ടു, എൻ്റെ അടുത്ത് സംസാരിച്ചു, പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ വരങ്ങളും ദാനങ്ങളൊക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ ജീവിതത്തിലെ പല കാര്യങ്ങൾ എന്നോട് സംസാരിച്ചു. അപ്പൊ എൻ്റെ ഒരു കാര്യം മനസ്സിലായി. ഞാൻ ആ സമയത്ത് പറഞ്ഞ ജീവിതത്തിൽ എനിക്ക് ഒരു വഴി കാണാതെ ഇനി ഞാൻ എന്ത് ചെയ്യും, കാരണം ഒറ്റയ്ക്കായി ഈ ഒരു അവസ്ഥ, അപ്പൊ എന്ത് ചെയ്യും എന്ന് വളരെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരാളെ, ഒരു ദൂതനായിട്ട് ദൈവം എൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഈശോ എന്നെ കാണുന്നുണ്ട്. പിന്നെ അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഡിവൈനില് ധ്യാനം കൂടാൻ പോകുന്നത്. അപ്പൊ അന്ന് ആദ്യമായിട്ട് പോകുമ്പോ എല്ലാവരും പറഞ്ഞു ജിൻസിക്ക് സൗഖ്യം കിട്ടും, അവിടെ ചെല്ലുന്നവരെല്ലാം സൗഖ്യപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഒരു പ്രത്യാശയിലാണ് ഞാൻ അവിടേക്ക് കടന്നു വന്നത്. ധ്യാനത്തിലൊക്കെ നന്നായി സംബന്ധിച്ചു. അപ്പൊ ഒരു വചനം എന്റെ ഹൃദയത്തിൽ ഒത്തിരിയേറെ സ്പർശിച്ചു. ദൈവസ്നേഹത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്, ഈ വചനം എന്റെ ഉള്ളില്. അപ്പൊ ഈശോയുടെ മുമ്പിൽ ഞാൻ വിലപ്പെട്ടവനാണ്, ഈശോയ്ക്ക് പ്രിയങ്കരിയാണ് എന്നൊക്കെ ഒരു തോന്നല് എന്റെ മനസ്സിലേക്ക് വന്നു. ധ്യാനം കഴിഞ്ഞു. പക്ഷെ എനിക്ക് ശാരീരികമായിട്ട് സൗഖ്യമൊന്നും കിട്ടിയില്ല. പക്ഷെ എനിക്ക് എന്റെ ഉള്ളില് വലിയൊരു സന്തോഷത്തിന്റെ അനുഭവം ഉണ്ടായി. തിരിച്ച് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം വളരെ എല്ലാവരും പ്രതീക്ഷയോടെയൊക്കെ ഇരുന്നു. പക്ഷെ എന്റെ മുഖത്ത് മാത്രം ഒരു ഭാവവ്യത്യാസം ഉണ്ടായില്ല. ഞാൻ പോയതിനേക്കാൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ആണ് എല്ലാവർക്കും കാണാനായിട്ട് സാധിച്ചത്. അപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കാൻ തന്നെ പറ്റുന്നത് എനിക്ക് എന്റെ കഴിവുകൊണ്ട് സാധിക്കില്ല എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ എന്നെ സ്നേഹിക്കുന്ന ദൈവം ഇതിലേക്ക് ആ പരിശുദ്ധാത്മാവിലൂടെ ആ കൃപ എനിക്ക് തന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതാണ് എന്റെ ആദ്യത്തെ അനുഭവം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ ആദ്യ അനുഭവം ഭയങ്കര ജീവനുള്ളതാണ്. ഈ ദിവസങ്ങളിലൂടെ ദൈവം നമ്മളെ തൊട്ട ആദ്യത്തെ ഒരു അനുഭവം ഒന്ന് കണ്ടെത്തി ആരോടെങ്കിലും ഒക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ ഊർജം തരാനായിട്ട് സഹായമാണ്. ഞാനിപ്പോ ജിൻസി പറഞ്ഞപ്പോൾ ഓർത്തത്, ഒരു മനുഷ്യൻ തോളത്തിങ്ങനെ ഒരു കമ്പ് വെച്ചിട്ട് 2 സൈഡിലും ബക്കറ്റിൽ വെള്ളം എടുത്തുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോവുകയാണ്. ഒരു ബക്കറ്റ് ഇങ്ങനെ വീട്ടിലുള്ള പിള്ളേരെല്ലാം കൂടെ കുത്തി കുറച്ച് ദ്വാരമൊക്കെ വന്നു. ആ പിള്ളേരിങ്ങനെ വന്ന് കുത്തിയപ്പോ ആ ബക്കറ്റ് ഒരുപാട് സങ്കടം പറഞ്ഞു. ഈ കുരുത്തം കെട്ടവന്മാർ എന്നെ വേദനിപ്പിച്ചു, വിഷമിപ്പിച്ചു. ഈ മനുഷ്യൻ ഇങ്ങനെ കുറെ നാള് വെള്ളം കോരി പോയ ആ വഴി മുഴുവൻ നല്ല പൂക്കൾ വിടർന്നു. കാരണം ആ ഹോളിലൂടെ വെള്ളം പുറത്ത് വീണ് അവിടെ നനഞ്ഞ് അവിടെ നല്ല പുഷ്പങ്ങൾ ഉണ്ടായി. എനിക്ക് തോന്നുന്നു ജിൻസിയെ സംബന്ധിച്ചിടത്തോളം തന്റെ ജീവിതത്തിന് അനുഭവങ്ങൾ ഒരുപാട് പേർക്ക് ഈ ദൈവസ്നേഹത്തിന്റെ പൂക്കൾ അവരുടെ ജീവിതത്തിൽ വിരിയിക്കാൻ സഹായമായി. മറ്റേ കുടത്തിലെ വെള്ളം നിശ്ചയമായും അദ്ദേഹം തന്റെ പൂത്തോട്ടത്തിലെ പൂക്കൾക്ക് ഒഴിച്ചു. ആ പൂവും നല്ല വെള്ളം ഉണ്ടായി. ചെറിയാൻ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം മറ്റേ കുടമായിട്ട് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ദൈവസ്നേഹം നമ്മൾ ധാരാളം നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. ചെറിയ ചേട്ടാ.
ദൈവസ്നേഹം അന്ന് മാത്രമാണോ തുറന്നും ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഈ ദൈവസ്നേഹത്തിന്റെ അനുഭവത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ എങ്ങനെയാണ് ആദ്യ അനുഭവത്തിൽ നിന്ന് നോക്കി കാണുമ്പോൾ ഇപ്പം എൻ്റെ ഒരു ദൈവസ്നേഹ അനുഭവവും ആ ജീവിതവും ഒക്കെ എങ്ങനെയാ മുന്നോട്ട് പോകുന്നത്? ഷിജു, ഞാൻ 2011 ദൈവം എന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്നുള്ള ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. മഞ്ഞപ്പിത്തം ബാധിച്ച് ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായി. ഡോക്ടർമാർ എന്നെ ഉപേക്ഷിച്ച അവസ്ഥയിലെത്തി. എൻ്റെ ഡെഡ് ബോഡി പോലും വീട്ടിലേക്ക് ആംബുലൻസിൽ, ഫ്രീസറുള്ള ആംബുലൻസ് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യത്തിൽ തമ്പുരാൻ കർത്താവ് പ്രാർത്ഥനയിലൂടെ, അനേക പ്രാർത്ഥനയിലൂടെ ദിവികാരുണ്യ സന്നിധിയിൽ എന്നോടൊപ്പം വിശ്വാസ പരിശീലനം നടത്തുന്ന അധ്യാപകരും അച്ഛനും ഒക്കെ പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് ദൈവം എൻ്റെ ആയുസ് നീട്ടിത്തന്നു. ആരോഗ്യത്തോടെ 13 വർഷക്കാലമായിട്ട് ആരോഗ്യത്തോടെ ജീവിക്കുന്ന ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട ഏറ്റവും വലിയ ഒരു അനുഭവമാണ് രണ്ടാമതായിട്ടുണ്ടായി. ഈ അനുഭവം ഞാൻ ദിവികാരുണ്യ സന്നിധിയിൽ അരമണിക്കൂർ എല്ലാ ദിവസവും പ്രഭാതത്തിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു. വളരെ സന്തോഷത്തോടെ ദിവ്യബലിയിൽ ഈശോയുടെ തിരുശരീരങ്ങൾ സ്വീകരിക്കുന്നു. ഞാൻ വിശ്വാസ പരിശീലനം നടത്തുന്ന ആ കുഞ്ഞുങ്ങളുടെ അടുത്ത് ഞാൻ അനുഭവിച്ച ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ആ സ്നേഹം മറ്റുള്ളവരോട് പങ്കുവയ്ക്കുന്നു. ഞാൻ പള്ളിയിൽ നിന്ന് തിരിച്ചെത്തിയാൽ ഞാനും ജീവിത പങ്കാളിയും ഒരുമിച്ചിരുന്ന് ജപമാല ചൊല്ലുന്നു. എല്ലാ ദിവസവും വചനം വായിക്കുന്നു. പറ്റുന്ന പോലെയൊക്കെ കണ്ടുമുട്ടുന്ന ആളുകളോട് ദൈവത്തിന്റെ ആ അനന്തമായ സ്നേഹം പങ്കുവയ്ക്കാനായിട്ട് സാധിക്കുന്നു. ദൈവം ഇന്നും ജീവിക്കുന്നവനാണ്. നമ്മെ ഏതവസ്ഥയിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാണ്. ദൈവം നമ്മളെ അത്രമാത്രമായിട്ട് പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് പങ്കുവയ്ക്കുന്നു. അങ്ങനെ എൻ്റെ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമായി സന്തോഷത്തോടെ, വലിയ സമാധാനം, ആരോഗ്യത്തോടെ എല്ലാവരുമായിട്ട് ഈ ദൈവസ്നേഹം പങ്കുവച്ച് ജീവിക്കാനായിട്ട് ദൈവം എന്നെ സാധിക്കുന്നു. എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ അനുഭവമാണ്. ദിവികാരുണ്യ സന്നിധിയിൽ മുട്ടുമേ നിന്ന് ഞാൻ മുട്ടുമേ നിൽക്കാതെ ദിവികാരുണ്യ സന്നിധിയിൽ ഇരിക്കുകയൊന്നും ചെയ്യാറില്ല. അരമണിക്കൂർ സമയം, 3/4 മണിക്കൂറിനടുത്ത് ദിവികാരുണ്യ സന്നിധിയിലെ കരങ്ങൾ കൂപ്പി ദൈവം സ്നേഹിക്കുന്ന ആ സാന്നിധ്യത്തിൽ അനുഭവിച്ചറിഞ്ഞ് ദൈവത്തിന്റെ ആ വലിയ സ്നേഹം ഇപ്പോഴും മറ്റുള്ളവരായിട്ട് പങ്കുവയ്ക്കുന്നു. എല്ലാവരുമായിട്ട് ദൈവസ്നേഹം പങ്കുവെച്ച് ജീവിക്കുന്നു, കുടുംബത്തിലും മക്കളിലും എല്ലാവരിലും. ചേട്ടൻ പറഞ്ഞു തന്നപ്പോ എനിക്ക് തോന്നുന്നു ആ ദൈവസ്നേഹം ഇന്നും ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്. ഈ ദൈവത്തിന്റെ സ്നേഹം ജ്വലിക്കുന്നത് കൊണ്ട് ദൈവത്തിന്റെ അടുത്തിരിക്കാൻ, ദിവികാരുണ്യത്തിന്റെ അടുത്തിരിക്കാനായിട്ട് കൂടുതൽ താല്പര്യം വരും. ഈ ദൈവത്തിന്റെ സ്നേഹം ഉള്ളിലിങ്ങനെ ജ്വലിക്കുമ്പോ ദൈവത്തിന്റെ വചനം വായിക്കാൻ താല്പര്യം വരും. ദൈവത്തിന്റെ സ്നേഹം ജ്വലിക്കുമ്പോ ആ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ, വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ഇടയാകും. ആ ദിവ്യകാരുണ്യം, ആ ദൈവത്തിന്റെ സ്നേഹം ചുറ്റുമുള്ളവരോട് പറയാൻ സഹായിക്കും. അപ്പൊ ഈ ദൈവത്തിന്റെ സ്നേഹമാണ് ഇതെല്ലാം ചെയ്യുന്നത്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ആ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ടാണ് ദൈവത്തിന്റെ സ്നേഹം കത്തി ജ്വലിക്കുന്നത്. ആ ദൈവവചനം വായിക്കുന്നത് കൊണ്ടാണ് ഈ ദൈവസ്നേഹം കത്തി ജ്വലിക്കുന്നത്. ഇതൊരു പരസ്പര പൂരകം പോലെയാണ്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ വർദ്ധിക്കുകയാണ്. എനിക്ക് ഫ്രാൻസിസ് അസീസി ജെനി സൂചിപ്പിച്ചല്ലോ, ഫ്രാൻസിസ് അസീസി ദൈവത്തിന്റെ സ്നേഹത്താൽ കത്തി ജ്വലിച്ചു. അസീസിയുടെ അടുത്ത് വന്ന മനുഷ്യർ വരെ ആ സ്നേഹം കൊണ്ട് അങ്ങോട്ട് മാറിപ്പോവുകയാണ്. എന്ന് പറഞ്ഞ പോലെ ഈ ചെറിയ ചേട്ടന്റെ ജീവിതം ദൈവസ്നേഹമാണ്. ആ ജീവിതത്തിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവസ്നേഹം വർദ്ധിപ്പിക്കാൻ ഇടയാവും. ഓക്കെ, ജിൻസിയിലേക്ക് ഞാൻ വരാം. ജിൻസിയുടെ ജീവിതത്തിൽ ഈ ദൈവത്തിന്റെ സ്നേഹം എന്നും, സാഹചര്യങ്ങളൊന്നും മാറ്റമില്ല. അന്ന് പരിപൂർണമായി കിടന്നെങ്കിൽ ഇന്ന് വീൽ ചെയറിലാണ്. ഇന്ന് ആലുവയില് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഒരു ചേച്ചി വന്ന് സഹായിക്കുന്നുണ്ട്. ഞാൻ ജിൻസിയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര കൃത്യമായിട്ട് ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ സാധാരണ ഒരു മനുഷ്യൻ നോക്കിയാൽ 1, 2, 3 വർഷം എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തിന്റെ, എൻ്റെ ജനിയുടെ, ഞങ്ങളുടെ എല്ലാം സുഹൃത്തിന്റെ അപ്പച്ചൻ തളർന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളുകളായി, ഏതാനും മാസങ്ങളായി. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോയി കാണുമ്പോഴൊക്കെ അദ്ദേഹം പറയുമോ, കിടക്കാൻ തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ കിടക്കുന്നവരുടെ ബുദ്ധിമുട്ട് മനസ്സിലായത്. 5-6 മാസമായപ്പോൾ തന്നെ അദ്ദേഹം മടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ജെൻസി ഇത്രയും വർഷങ്ങളായപ്പോൾ തീർച്ചയായിട്ടും ആ പ്രയാസങ്ങളൊക്കെ ജെൻസിയെ അനുഭവത്തിലുണ്ട്. എങ്കിലും ജെൻസിയെ കാണുമ്പോ, ജെൻസിയോട് സംസാരിക്കുമ്പോ ഒരിക്കലും അങ്ങനത്തെ ഒരാളാണെന്ന് കാണാതെ നമുക്ക് തോന്നില്ല. അപ്പൊ ജിൻസിയുടെ ജീവിതത്തിൽ ഇന്നും ഈ ദൈവത്തിന്റെ എങ്ങനെയാണ് ജിൻസിയെ മുന്നോട്ട് പോകാൻ സഹായിക്കുന്നത്? തീർച്ചയായിട്ടും ഈ ഒരു കാലഘട്ടത്തില് ദൈവം എന്നെ വഴി നടത്തുകയായിരുന്നു എന്നുള്ളതാണ് സത്യം. കാരണം ഞാൻ ഓരോ വർഷവും ഞാൻ ഒരാഴ്ച വെച്ച് ധ്യാനത്തിന് പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. കാരണം ഞാനത് കുറെ മടുപ്പ്, നമുക്ക് കുറെ സഹനങ്ങളും കാര്യങ്ങളൊക്കെ ആയി കഴിയുമ്പോൾ കുറച്ച് മന്ദത നമ്മുടെ ജീവിതത്തിൽ വരുമല്ലോ. അപ്പൊ ആ സമയങ്ങളില് ദൈവം കൂടെ പോരാൻ ആളില്ലെങ്കിൽ അടുത്ത വീട്ടിൽ ഒരാളെ കൂട്ടി അങ്ങനെ സാഹചര്യം ഒരുക്കപ്പെടും. അപ്പോ ഓരോ ധ്യാനങ്ങള് നമ്മൾ കൂടുന്നു, വീണ്ടും ഞാൻ ശക്തിപ്പെടുന്നു. ഈ ശക്തിപ്പെട്ട് വന്നു കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരായിട്ട് ഞാൻ പങ്കുവെച്ചു പോകുന്നു.
അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ അത് എനിക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ഒത്തിരി ആത്മീയമായിട്ട് രംഗത്ത് വെക്കുന്ന ഒത്തിരി സഹോദരങ്ങളെ കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. അത് അന്നുമുണ്ട് ഇന്നും ഉണ്ട്. അപ്പൊ പിന്നെ മറ്റൊന്ന് വെച്ചാൽ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ ഒരു ആരോഗ്യമുള്ള ഒരാളുടെ ജീവിതത്തിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ദൈവം എനിക്ക് നടത്തി തരുന്നുണ്ട്. അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ ആയിരിക്കുമ്പോൾ കർത്താവ് എനിക്കൊരു പുതിയ കാറ് എനിക്ക് എടുത്തു തന്നു. ഒരിക്കലും സാധ്യതയില്ലാതിരുന്ന, ഞാൻ പ്രതീക്ഷിക്കാതിരുന്ന ഒരു സമയത്താണ് എനിക്ക് പുറത്തു പോകാനും എല്ലാറ്റിനുമായിട്ട് ഒരു വാഹനം കർത്താവ് എനിക്ക് എന്റെ സഹോദരനിലൂടെ എനിക്ക് തരുന്നത്. അതൊക്കെ എന്റെ ജീവിതത്തിൽ ദൈവം എന്നെ ഒത്തിരി സ്നേഹിച്ചതിന്റെ അടയാളാണ്. 4 ചുവരുകൾക്കുള്ളിൽ ജീവിതം തീർന്നു പോകേണ്ട എനിക്ക് വണ്ടിയിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ടെന്നല്ലാതെ എനിക്ക് ഡ്രൈവിങ്ങോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും അറിയില്ല. പക്ഷേ ആ വാഹനം എടുത്ത ഉടനെ എന്നെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് ഒരു ആശാൻ പുള്ളി, അതൊക്കെ പെട്ടെന്നായിരുന്നു എന്റെ ജീവിതത്തിൽ, ഞാൻ പ്രതീക്ഷിക്കാതെ. അങ്ങനെ ഒരാളെ എനിക്ക് കിട്ടി. ആളിലൂടെ ഞാൻ ഇങ്ങനെ വാഹനം ഓടിക്കാൻ പഠിച്ചു. ഇന്ന് ഞാൻ പള്ളിയിൽ പോവാൻ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം പുറത്തു പോകാനായിട്ട് ഞാൻ ഇന്ന് സ്വന്തം ഡ്രൈവ് ചെയ്യാൻ പറ്റും. എനിക്ക് മറ്റു സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ ആരെങ്കിലും കൂട്ടുമെങ്കിലും അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സംഭവം. ദൈവം എന്നെ സ്നേഹിച്ചു കൊണ്ടുനടക്കുന്നതിന്റെ ഒരു അടയാളമായിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൂടാതെ എനിക്കിന്ന് ഓൺലൈനിലൂടെ എനിക്ക് പ്രയർ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഗ്രൂപ്പുകളിലൂടെ ഒത്തിരി പേരോടായിട്ട് എനിക്ക് കിട്ടിയ ദൈവസ്നേഹം മറ്റുള്ളവർക്കുമായിട്ട് പങ്കുവെക്കാനായിട്ട്, ഒത്തിരി പേരെ പ്രത്യാശയിലേക്ക് നയിക്കാനായിട്ട് എനിക്ക് ഈ ഓൺലൈൻ ഈ ഇതുപോലുള്ള കാര്യങ്ങൾ എനിക്ക് പറ്റുന്നുണ്ട്, ഒത്തിരിയേറെ പറ്റുന്നുണ്ട്. ഒത്തിരി പേരുടെ വേദനകൾ കേൾക്കാൻ പറ്റുന്നു, ഒത്തിരി പേരെ വിശ്വസിപ്പിക്കാൻ, അതൊക്കെ പറയാൻ പറ്റാത്തതുകൊണ്ട്. ജിൻസി പറഞ്ഞു വന്നത്, ജിൻസിയുടെ ജീവിതത്തിൽ ആ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, ഇങ്ങനെ കണ്ണിൽ മുളക് പൊടി പോയ ആള് പ്രത്യേകിച്ചൊന്നും പറയേണ്ട കാര്യമില്ല, ആ വ്യക്തിയെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞതുപോലെ ഈ ദൈവത്തിന്റെ സ്നേഹം ആ മുഖത്ത് പ്രകടമാണ് ജിൻസിയുടെ. നമ്മുടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന നമ്മൾ എല്ലാ മാസവും ഒരു ദിവസം 24 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥനയുണ്ട്. നമ്മൾ ഈ തിങ്കളാഴ്ച രാവിലെ 10 മുതൽ ചൊവ്വാഴ്ച രാവിലെ 10 വരെയാണ്. അതിന്റെ ഉത്തരവാദിത്വം ജിൻസിയാണ് എടുത്തിരിക്കുന്നത്. ഈ സാഹചര്യങ്ങളിലൂടെ സഹനങ്ങളിലൂടെ ഒക്കെ പോകുമ്പോഴും ജിൻസിയെ വീൽ ചെയറിലാണെങ്കിലും ഇതൊക്കെ ചെയ്യാനായിട്ട് ജിൻസിയെ സംബന്ധിച്ചിടത്തോളം ശക്തിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സ്നേഹമാണ് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവത്തിന്റെ സ്നേഹം ഇങ്ങനെ നമ്മളെ തൊടുന്നുണ്ട്. ദൈവത്തിന്റെ സ്നേഹം തൊട്ട് കടന്നുകൊണ്ട് ഞാൻ യേശുവിന്റെ കണ്ണുകളിലൂടെ എന്ന് പറയുന്ന ഒരു പുസ്തകം ഞാൻ ഒരു വട്ടം വായിച്ചു, 3 വോളിയം. അത് ദൈവത്തിന്റെ ഇങ്ങനെ സ്നേഹം, പിതാവായ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒഴുകുന്ന ധാരാളം അനുഭവങ്ങൾ യേശുവിന്റെ കണ്ണുകളിലൂടെ യേശുവിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇങ്ങനെ കാണിച്ച് കടന്നു പോകുന്നതാണ്. അതിൽ ഒരു ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യൻ, ബെത്സയിദയിലെ ദാവീദ് എന്നാണ് പേര്. ആ മനുഷ്യന് എൻ്റെ അടുത്തേക്ക് ഈശോ എത്തുകയാണ്. തലേദിവസം ഈശോ ഒരു പാലത്തിന്റെ ചവിട്ടി കിടന്നുറങ്ങുന്നു ശിഷ്യന്മാരുടെ കൂടെ. നമ്മളെ പോലെ ചെറിയ വഴക്കുകളൊക്കെ ശിഷ്യന്മാരുണ്ട്, അതെല്ലാം പരിഹരിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈശോ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പോകുമ്പോൾ ഈശോ കുറെ അങ്ങ് ചെന്നപ്പോൾ കഴിഞ്ഞപ്പോൾ കുറെ ആടുകൾ ഈശോയുടെ ചുറ്റും വന്നു. ഈശോ ആടിന്റെ നടുവിലായി. അപ്പൊ ഈ ആട്ടിടയും വന്നിട്ട് ചോദിക്കുകയാണ്, എൻ്റെ ആട് അപരിചിതരുടെ അടുത്ത് പോകാറില്ല, അങ്ങനെ അടുത്ത് എങ്ങനെ വന്നു? അപ്പൊ അദ്ദേഹം ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് ഈശോ പറഞ്ഞു തുടങ്ങുന്നു. അപ്പം അദ്ദേഹം ചോദിക്കുന്നു, ദാവീദ് ചോദിക്കുന്നു, ദൈവത്തെ കുറിച്ച് എന്താണ് അങ്ങ് പറയുന്നത്? അപ്പൊ പറയാണ്, നമ്മൾ എപ്പോഴും ദൈവത്തെ സ്നേഹിക്കണം, നമ്മൾ എല്ലാ സമയവും ദൈവത്തിന് നന്ദി പറയണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയതല്ലാതെ ഒന്നുമില്ല. നമ്മുടെ ബന്ധങ്ങളാകട്ടെ, ദൈവം നൽകിയ അനുഗ്രഹങ്ങളാകട്ടെ, നമ്മുടെ വഴികളാകട്ടെ, ഈ പറയുന്ന വേദനകളും പ്രയാസങ്ങളും പോലും ദൈവം അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ്. ഇതിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മൾ അനുഭവിക്കുന്നു. ഈ അനുഭവം പങ്കുവെക്കണമെന്ന് അദ്ദേഹത്തെ ഈശോ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ, ഈ ഒരാഴ്ച മുഴുവൻ എനിക്ക് തോന്നുന്നു നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹങ്ങളൊന്ന് കണ്ടെത്താൻ, ദൈവം നൽകിയ താലന്തുകളൊന്ന് കണ്ടെത്താൻ, ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തെ തൊട്ട് കടന്നുപോയതൊന്ന് കണ്ടെത്താൻ സഹായിക്കുന്നതാണ്. ഒരു 3 കാര്യങ്ങൾ പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ജോഷിയച്ചൻ എത്തിയിട്ടുള്ളൂ. ഒന്ന്, 2000 ആണ്ടിൽ ബിഷപ്പ് വാങ്ത്വാൻ അദ്ദേഹം റോമിലെ തിരുസംഘത്തെ മുഴുവൻ ജോൺ പോൾ പാപ്പയെ അടക്കമുള്ളവരെ ധ്യാനിപ്പിച്ച ആളാണ്. അദ്ദേഹം ധ്യാനിപ്പിച്ച വിഷയം ദൈവത്തിന്റെ 3 കുറവുകളെ കുറിച്ചാണ്. അദ്ദേഹം 3 എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം ഒന്ന് പറഞ്ഞു വെച്ചത് ദൈവം ഭയങ്കര മറവിക്കാരനാണെന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രത്യേകതയാണ് ദൈവം മറക്കുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഭവനത്തിന്റെ താക്കോൽ ദൈവത്തെ അറിയാലെന്ന് പറഞ്ഞ പത്രോസിന്റെ കയ്യിൽ ഏൽപ്പിച്ചു, മറന്നുപോയി. നമ്മുടെ ജീവിതത്തിലും
ചുറ്റുപാടുമുണ്ടായ ഒരുപാട് വേദനകളെ മറക്കാൻ കഴിയുന്നത് ഈ ദൈവത്തിന്റെ സ്നേഹമാണ്. ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ വന്ന സങ്കടങ്ങളൊക്കെ മറന്ന് മുന്നോട്ട് പ്രസന്നതയോടെ പോകാനായിട്ട് സഹായിക്കും. ജിൻസിയുടെ മുഖം കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. ചെറിയ ചേട്ടന്റെ ജീവിതം കാണുമ്പോൾ പങ്കുവെക്കുന്ന കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. രണ്ടാമത് അദ്ദേഹം പറഞ്ഞ വിഷയം, ദൈവം കണക്കറിയാത്ത ആളാണ്. കണക്കിൽ ബിഗ് സീറോയാണ്. 99ന്റെ വിലയും 1 രൂപയുടെ വിലയും അദ്ദേഹത്തിന് തീരെ പിടിപാടില്ല. കാരണം ഉണ്ടായിരുന്നെങ്കിൽ 99 ആടിനെ വിട്ടിട്ട് ഒരാടിനെ തേടി പോവില്ലായിരുന്നു. കണക്കറിയാമായിരുന്നെങ്കിൽ 2 രൂപ പോയ സ്ത്രീ 10 രൂപയുടെ മണ്ണെണ്ണ ഒഴിച്ച് വിളക്ക് കത്തിച്ച് അത് കണ്ടുകെത്തി ഇപ്പം 10 രൂപയ്ക്ക് അയലോക്കക്കാരെ വിളിച്ച് സദ്യ കൊടുക്കും. ഇല്ല, നമ്മൾ ഒരുപാട് കണക്ക് കൂട്ടലുള്ളവരാണ്. നമ്മുടെ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം നമ്മളെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറം ജീവിക്കാൻ നമ്മളെ സഹായിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹമാണ്. ഒന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്, അദ്ദേഹം ഒരു മാനേജ്മെന്റ് സ്കില്ലില്ലാത്ത ആളാണ് കർത്താവ്. എന്താണ്, അദ്ദേഹത്തെ ഒരു സ്ഥാപനം ഏൽപ്പിച്ചാൽ 2 ദിവസം കൊണ്ട് കൂട്ടി കൈ തരും. 9 മണിക്ക് ജോലിക്ക് വന്നയാൾക്കും 12 മണിക്ക് ജോലിക്ക് വന്നയാൾക്കും 5 മണിക്ക് തൊട്ട് മുമ്പ് ജോലിക്ക് വന്നയാൾക്കും ഒരേ ശമ്പളം കൊടുക്കുന്നവനാണ് അവിടുന്ന്. ദൈവത്തിന്റെ സ്നേഹം അതാണ്. നമ്മളൊക്കെ കണക്ക് കൂട്ടും. 9 മണിക്ക് വന്നവന് 100 രൂപയും 12 മണിക്ക് വന്നവന് 75 രൂപയും 4:50 പണിക്ക് വന്നവന് 5 രൂപയും കൊടുക്കാൻ മാത്രം കണക്ക് കൂട്ടാൻ ബുദ്ധിയുള്ളവരാണ്. നമ്മുടെ ജീവിത പങ്കാളിയോടാകാം, മക്കളോടാകാം, ആരോടും ആകട്ടെ. പക്ഷേ ദൈവം ഈ കണക്ക് വെക്കാതെ സ്നേഹിക്കുന്ന ദൈവമാണ്. കണക്കില്ലാത്ത വിധം നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്, ഒരു പിതാവ് നമുക്കുണ്ട്. ആ പിതാവിനോടൊപ്പമുള്ള ജീവിതമാണ് സൗഭാഗ്യം. നമുക്ക് ഈ ആഴ്ച മുഴുവൻ ദൈവത്തിന്, ഈ ആഴ്ച മാത്രമല്ല ജീവിതകാലം മുഴുവൻ ദൈവത്തിന് നന്ദി പറയാം. ഇങ്ങനെ സ്നേഹിക്കുന്ന ദൈവത്തെ ഓർത്ത് ചെറിയാൻ ചേട്ടനും ജിൻസിക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ഇനി അടുത്തതായിട്ട് ദൈവസ്നേഹം കുടുംബത്തിൽ എപ്രകാരമാണെന്ന് നമ്മൾ കാണാൻ പോവുകയാണ്. അതിനായിട്ട് ജോഷി മയ്യാറ്റിൽ അച്ഛനെ ക്ഷണിക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മള് ദൈവ സ്നേഹത്തിന്റെ ഒരു സാക്ഷ്യം പറച്ചിലും ഒരു ചർച്ചയും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന വിഷയത്തിലേക്ക് വരികയാണ്. നോക്കുക, ആദ്യത്തെ ആ കുടുംബം, ആദവും ഹവ്വയും, അത് രസകരമായ ഒരു കാഴ്ചയാണ്. എന്താന്ന് വെച്ചാൽ, ആദത്തെ ദൈവം ഉറക്കിക്കിടത്തിയത്ര. എന്നിട്ട് അതിനു മുമ്പ് തൊട്ടു മുന്നേ ദൈവം പറയുന്നുണ്ട്, അവന് ചേർന്ന തുണയെ ഞാൻ നൽകും. നേരത്തെ POC ബൈബിളില് നമ്മൾ കാണുന്നത് അവന് ചേർന്ന ഇണയെ ഞാൻ നൽകുമെന്നാണ്. പക്ഷേ പുതിയ വേർഷനിൽ, അതായത് റിവൈസ്ഡ് വേർഷനിൽ, പരിഷ്കരിച്ച പതിപ്പിൽ അവനു ചേർന്ന തുണയെ ഞാൻ നൽകും എന്നാണ്. അപ്പോൾ രസകരമായ ഒരു പ്രയോഗമാണ് അവിടെ മൂലഭാഷയിലുള്ളത്. എത്സർ കെനഗദ്ദോ, ഇതാണ് സംഗതി. എത്സർ കെനഗദ്ദോ. അപ്പോ ഈ എത്സർ എന്ന് വെച്ചാൽ എന്താ? എത്സർ എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചാൽ തോന്നും ഹെൽപ്പർ എന്നാണ് പലപ്പോഴും എഴുതി വെച്ചിരിക്കുക. പക്ഷെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ ഒരല്പം ഒരു സബോർഡിനേഷൻ ഉള്ളത് പോലെയുള്ള ഒരു പ്രതീതി ഉണ്ട് അവിടെ, ഹെൽപ്പർ. പക്ഷേ എത്സർ എന്ന പദത്തിന് വെറുതെ ഹെൽപ്പർ എന്ന് പറഞ്ഞാൽ അർത്ഥമാവില്ല. എത്സർ എന്നുള്ള പദം പലപ്പോഴും പഴയ നിയമത്തിൽ ദൈവത്തിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിനു വേണ്ടി സഹായം കർത്താവിലാണ് എന്ന രീതിയിൽ കണ്ടോ. അപ്പോ എൻ്റെ സഹായം കർത്താവിൻ്റെ നാമത്തിൽ. അപ്പൊ എത്സർ കണക്ട് ചെയ്യുന്നത് കർത്താവിൻ്റെ ഇടപെടലിനെയാണ്. അപ്പൊ കർത്താവിൻ്റെ സഹായം നോക്കൂ. നമുക്കറിയാം ലാസറസ്, അല്ലെ, ലാസർ എന്നുള്ള പദമുണ്ട്. അത് ഗ്രീക്കിൽ നിന്ന് വന്നുകൊണ്ടാണ് ലാസറസ് വരുന്നത്. പക്ഷെ ശരിക്കും അതിന്റെ ഒറിജിനൽ എവിടെയാ? ഹീബ്രുവില. എലിയത്സറാണ്. എലിയത്സറാണ് പിന്നീട് ലാസറസ് ആയിട്ട് മാറുന്നത്. അപ്പൊ എന്താ എലിയത്സർ? എൻ്റെ ദൈവം സഹായമാണ്, ഇതാണ് എൻ്റെ അർത്ഥം. കണ്ടോ? അപ്പൊ ദൈവമാണ് സഹായം. പോട്ടെ, നമ്മൾ ചിലയിടത്തൊക്കെ തുണിക്കടകളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ പലയിടത്തും
എന്ത് എബനേസർ? എബൻ എത്സർ. എബൻ എത്സർ. കണ്ടോ? എബൻ എന്ന് പറഞ്ഞാൽ ശില, എത്സർ സഹായം. അപ്പൊ സഹായശില ആരാ? ദൈവം. കണ്ടോ? അങ്ങനെ ഈ എത്സർ എന്ന പദത്തെ വെറുതെ ഒരു ഹെൽപ്പർ എന്നങ്ങോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ അതത്ര പന്തിയാവില്ല. മറിച്ച് ദൈവികമായ സഹായം എത്സർ. അപ്പോ ഞാൻ അവന് ഒരു ദൈവികമായ സഹായം നൽകും. ഇനി ആ ദൈവികമായ സഹായം എങ്ങനെയുള്ളതാ? കിനഗദ്ദോ, കിനഗദ്ദോ. അവന് പറ്റിയ, അവന് ചേർന്ന്, അവനോട് തോളോട് തോൾ ചേർന്ന് നിൽക്കാൻ പറ്റുന്ന, വളരെ ഫിറ്റിംഗ് ആയിട്ടുള്ള, അത്തരത്തിൽ ഉള്ള സെൻസാണ് അതിലുള്ളത്. അപ്പോ ഒന്ന് ആലോചിച്ച് നോക്കി, അവനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ദൈവത്തിന്റെ മഹാസഹായമാണ് ഹവ്വ. അപ്പോൾ ആ രീതിയിൽ അതിനെ നമുക്ക് ആ ടെക്സ്റ്റിൽ നിന്ന് കാണാൻ കഴിഞ്ഞാൽ തന്നെ ഈ ദൈവസ്നേഹത്തിന്റെ ഈ പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിക്കുന്ന സംഭവത്തിൽ തന്നെ ദൈവസ്നേഹത്തിന്റെ ആ ഛായ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാരിയല്ലിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണല്ലോ. ആദാമിനെ ഉറക്കിക്കിടത്തിയെന്ന് ദൈവം, എന്നിട്ട് വാരിയല്ല് ഒരെണ്ണെടുത്തിട്ട് അതിൽ നിന്ന് സൃഷ്ടിച്ചു. വാരിയല്ലിന്റെ പ്രത്യേകത എന്താ? വാരിയല്ല് എന്തിനു വേണ്ടിയുള്ളതാണ്? വാരിയല്ല് വളരെ പ്രധാനപ്പെട്ട ആന്തരിക അവയവങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വാരിയല്ലിന്റെ ഒന്നാമത്തെ ലക്ഷ്യം പ്രൊട്ടക്ഷനാണ്. ശരിക്കും ആരാ പ്രൊട്ടക്ഷൻ നമുക്ക് തരുന്നത്? ദൈവമാണ്. അപ്പോൾ പ്രൊട്ടക്ഷൻ ഗോഡാണ്. അപ്പൊ നോക്കുക, ഈ സ്ത്രീയെ സൃഷ്ടിക്കുന്ന ആ വിവരണത്തിൽ വളരെ കാര്യമായി ദൈവത്തിന്റെ സഹായം, ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിലാണ് ഒരു കുടുംബത്തിൽ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധത്തെ അവിടെ അവതരിപ്പിച്ചേക്കുന്നത്. ഇനി നിങ്ങൾ ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, വെയിലാറുമ്പോൾ ദൈവം തോട്ടത്തിൽ ഉലാത്താൻ ഇറങ്ങുമായിരുന്നു. അപ്പൊ തോട്ടത്തിൽ ആരുണ്ട്? ഭാര്യയും ഭർത്താവും ഉണ്ട്. നല്ല രസമാണെന്ന് ചിന്തിച്ചു നോക്കി. തോട്ടത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കരം പിടിച്ച് നടുക്കു നടക്കുന്ന ദൈവം, നടുക്ക് നടക്കുന്ന ദൈവം, ഭാര്യയും ഭർത്താവിനെയും ചേർത്ത് പിടിക്കുന്ന ദൈവം, ഒന്നിപ്പിക്കുന്ന ദൈവം, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും സ്നേഹ സിമന്റായ ദൈവം. ദൈവമാകുന്ന ആ സ്നേഹ സിമന്റിലാണ് ഭർത്താവും ഭാര്യയും ഒന്നായി ചേർന്ന് നിൽക്കുന്നത്. പക്ഷേ ഇവർക്ക് ഒരു തോന്നലുണ്ടായി, ഓ ഈ ദൈവം എന്തിനാ ഞങ്ങളുടെ നടുക്കിങ്ങനെ നടക്കണേ? ഒന്നങ്ങോട്ട് പറിച്ചു കളഞ്ഞാലോ? സ്വർഗത്തിലെ കട്ടുറുമ്പ് ഒന്നങ്ങോട്ട് എടുത്തു കളഞ്ഞാലോ? ചെയ്തു. അവര് ദൈവത്തെ തങ്ങളുടെ മധ്യത്തിൽ നിന്ന് അവര് വലിച്ചെറിഞ്ഞു. പക്ഷേ അവരറിഞ്ഞില്ല, അതോടെ തങ്ങളുടെ സ്നേഹം തന്നെയാണ് തങ്ങൾ വലിച്ചെറിഞ്ഞത് എന്നവർ അറിഞ്ഞില്ല. തൊട്ടു പിന്നാലെ പരസ്പരം കുറ്റപ്പെടുത്തലുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആരംഭിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ആദ്യത്തെ കുടുംബത്തിൽ നടുക്ക് അവരുടെ മധ്യേ അവരെ ഒന്നിപ്പിക്കുന്ന സ്നേഹ സിമന്റാകാൻ ദൈവം ആഗ്രഹിച്ചിട്ട് അവിടെ ദൈവം തോറ്റുപോയി. മനുഷ്യൻ ദൈവത്തെ തോൽപ്പിച്ചു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ വലിയ ദാഹം അത് മനുഷ്യൻ വേണ്ട രീതിയിൽ തിരിച്ചറിഞ്ഞില്ല. ദൈവത്തെ മനുഷ്യൻ തോൽപ്പിച്ചു. പക്ഷേ ദൈവം തോൽക്കുമോ? ഒരിക്കലുമില്ല. കുറേ നാൾ കഴിഞ്ഞു. എന്താ സംഭവം? ദാ നസ്രത്ത് ഒരു കുടുംബത്തിൽ ദാ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ അവരുടെ മധ്യേ ഉണ്ടടാ കിടക്കുന്നു ദൈവം. അപ്പോ കുടുംബത്തിന്റെ കേന്ദ്രത്തിൽ സ്നേഹ സിമന്റായി വാഴാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിന്റെ കേന്ദ്രത്തിൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ കേന്ദ്രത്തിൽ നിങ്ങളെ തമ്മിൽ പരസ്പരം യോജിപ്പിക്കുന്ന സ്നേഹത്തിന്റെ സിമന്റാകാൻ ദൈവം ഏറെ ആഗ്രഹിക്കുന്നു. ദൈവത്തെ ഒന്ന് അനുഭവിച്ചു നോക്കൂ. ദൈവത്തെ ഒന്ന് സ്നേഹം കൊണ്ട്
ഒന്ന് നിങ്ങൾ ശരിക്കൊന്ന് ആദരിക്കൂ. നിങ്ങളുടെ പരസ്പര സ്നേഹം കൊണ്ട് ദൈവത്തിന് ധൂപമർപ്പിക്കൂ. സ്നേഹത്തിന്റെ മഹാപ്രവാഹം പിന്നീട് വ്യക്തികളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, കുടുംബങ്ങളിൽ നിന്ന് വീണ്ടും കുടുംബങ്ങളിലേക്ക്, കുടുംബത്തിൽ നിന്ന് സമുദായത്തിലേക്കും സഭയിലേക്കും, കുടുംബത്തിൽ നിന്ന് സമൂഹത്തിലേക്കും, അങ്ങനെ ദൈവസ്നേഹത്തിന്റെ നീർച്ചാൽ ഒഴുകുന്ന ഇടമായി, അതിൻ്റെ സ്രോതസ്സായി കുടുംബങ്ങൾ മാറണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവസ്നേഹം കൊണ്ട് നിറഞ്ഞ കുടുംബങ്ങളിൽ നിന്ന് ആ സ്നേഹം അടുത്ത കുടുംബങ്ങളിലേക്കും അടുത്ത വ്യക്തികളിലേക്കും അടുത്ത സാധ്യതകളിലേക്കും ദൈവത്തിന്റെ സ്നേഹം വഴിഞ്ഞ് ഒഴുകുന്ന അനുഭവം. ഇവിടെ ഒരു നമ്മള് ദൈവ സ്നേഹത്തെക്കുറിച്ച്, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച്, മാതാപിതാക്കൾക്കും മക്കൾക്കുമിടയിലുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച്, മക്കൾ പരസ്പരമുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് ഒക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതായി നമ്മൾ ഓർക്കേണ്ടത് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. സ്നേഹമുള്ള കുടുംബം ദൈവമുള്ള കുടുംബമാണ്. ദൈവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഷ്മാ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. അദോനായി എലോഹേനു അദോനായി എഹാദ്. നമ്മുടെ ദൈവമായ കർത്താവ് ഏകദൈവമാകുന്നു. എന്നിട്ട് എന്താ പറയണേ? പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ അവിടുത്തെ സ്നേഹിക്കുക. ഇവിടെ ഈ ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തിനായുള്ള കൊതി അത് നമുക്ക് ശമിപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങൾക്ക് ശമിപ്പിക്കാം. അങ്ങനെ ദൈവസ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായി ഉണ്ടാകട്ടെ. നമ്മുടെ ദൈവസ്നേഹം നമ്മുടെ കുടുംബങ്ങളിൽ ശക്തമായി ഉണ്ടായാലുള്ള അർത്ഥങ്ങൾ എന്തൊക്കെയാണ്? ആ കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ട്, ആ കുടുംബത്തിൽ ആശ്രയബോധമുണ്ട്, ദൈവത്തിലുള്ള ആശ്രയബോധമുണ്ട്, ആ കുടുംബത്തിൽ സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്, ദൈവികമായ ആനന്ദമുണ്ട്, ആ കുടുംബത്തിൽ പരസ്പരമുള്ള ധാരണയുണ്ട്. അപ്പോൾ ദൈവസ്നേഹം പിന്നെ പരസ്പര സ്നേഹത്തിലേക്ക് തീർച്ചയായിട്ടും ചാല് തുറക്കുന്നു. അപ്പോൾ നമ്മുടെ കുടുംബം ദൈവ സ്നേഹത്തിൻ്റെ കേന്ദ്രം. ഇത് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു കുടുംബം ദൈവസ്നേഹത്തിൽ നന്നായിട്ട് ഉറച്ചാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകും. പക്ഷേ ആ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ആ കുടുംബത്തെ വല്ലാതെ ഉലയ്ക്കുകയില്ല. എത്ര പ്രശ്നമുള്ളതായാലും എത്ര ബുദ്ധിമുട്ടുള്ളതായാലും ആ കുടുംബത്തെ അത് വല്ലാതെ ഉലയ്ക്കുക ഇല്ല. കാരണം എന്താ? ദൈവസ്നേഹമുള്ള ആ കുടുംബത്തിനറിയാം ദൈവം തങ്ങളെ സ്നേഹിക്കുന്നു. സംഭവിക്കുന്നതിലെല്ലാം ദൈവത്തിൻ്റെ ഒരു കയ്യൊപ്പുണ്ട്. ദൈവം അറിയാതെ ഞങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല, പിന്നെ ഞങ്ങൾ എന്തിനു വിഷമിക്കണം? ഞങ്ങൾ എന്തിനു ആകുലപ്പെടണം? പ്രിയപ്പെട്ടവരെ, അതുപോലെ എത്ര 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 കുടുംബങ്ങളാണ് ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിച്ചിട്ട് തങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതൊക്കെ ബുദ്ധിമുട്ട് നിറഞ്ഞതായാലും അവര് ദൈവത്തിൽ ആശ്രയിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, ദൈവത്തിൽ അടിയുറച്ച് നന്മയിൽ വളർന്ന് മുന്നോട്ട് പോകാൻ അവര് നന്നായി ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ ദൈവസ്നേഹത്തെ നമുക്ക് ശരിക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. ഞാൻ ശരിക്കും ദൈവ സ്നേഹം ഉള്ളവനാണോ, ഉള്ളവളാണോ? ദൈവസ്നേഹം പ്രിയപ്പെട്ടവരെ അടിസ്ഥാനപരമായി നിങ്ങൾ റോമക്കാർക്കുള്ള ലേഖനം എടുത്ത് റോമ 5:1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ നമ്മുടെ ദൈവശാസ്ത്ര പുണ്യങ്ങൾ 3 ഉണ്ട്. വിശ്വാസം, സ്നേഹം, ശരണം, 3 അവിടെയുണ്ട്. അപ്പോൾ റോമ 5
നോക്കൂ, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ദൈവമായ സമാധാനത്തിൽ ആയിരിക്കാം. നമുക്ക് കൈവന്നിരിക്കുന്ന ഈ കൃപയിലേക്ക് അവൻ മൂലം വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. അപ്പോൾ വിശ്വാസത്തെക്കുറിച്ച് 2 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞു, ഇപ്പൊ പ്രത്യാശയെക്കുറിച്ച് പറയുന്നു. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നു എന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ചിലപ്പോൾ വിചാരിക്കും, എനിക്കെല്ലാവരോടും വലിയ സ്നേഹമാണ്, പക്ഷെ അവരൊന്നും ഇങ്ങോട്ട് തരുന്നില്ല. എനിക്കെല്ലാവരോടും വലിയ സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹം ദൈവമാണ്. നമ്മളിൽ എങ്ങനെയാണ് സ്നേഹം ഉണ്ടാവുന്നത്? നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ദൈവം നമ്മിലേക്ക് ചൊരിയുമ്പോഴാണ്. അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, അങ്ങയോട് എനിക്ക് വലിയ സ്നേഹം ഉണ്ടാകാൻ കൃപ തരണമേ. ദൈവമേ, എൻ്റെ കുടുംബത്തിന് അങ്ങയോട് വലിയ സ്നേഹം ഉണ്ടാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. ദൈവമേ, ഞങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പര സ്നേഹം ഉണ്ടാകാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. പ്രിയപ്പെട്ടവരെ, കുടുംബത്തിൻ്റെ സ്നേഹം അത് കൂടുതൽ കൂടുതൽ വ്യക്തമാവുകയും പരിശീലിക്കുകയും ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ദിനങ്ങളായി ഈ ദിനങ്ങൾ മാറട്ടെ. ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ നമ്മുടെ ഹൃദയത്തിലേക്ക് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അതാണ്. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം ഹൃദയത്തിലേക്ക് ചൊരിഞ്ഞു കിട്ടിയവരാണ് നമ്മൾ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. കാനായിലെ കല്യാണ വിരുന്ന്, അവിടെ എന്ത് സംഭവിച്ചു? വീഞ്ഞ് തീർന്നു പോയത്രേ. അതെന്താ അങ്ങനെ വരാൻ? അങ്ങനെ വരാൻ പാടില്ലാത്താണല്ലോ. നല്ല ഒരുക്കമൊക്കെ നടത്തിയാണല്ലോ ഇവർ ചെയ്യാറ്. പിന്നെ എന്താ പ്രശ്നം? ആ പ്രശ്നം ഈ ഒരൊറ്റ കാര്യമാണ്. എന്ത്? വിവാഹിതരാകുന്ന നിങ്ങൾക്ക് എപ്പോഴും സ്നേഹത്തിൻ്റെ സമൃദ്ധി, സമ്പന്നത നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ പരസ്പര ആകർഷണവും നിങ്ങളുടെ ക്ഷമയും നിങ്ങളുടെ അധ്വാനിക്കാനുള്ള കപ്പാസിറ്റിയും ഇതൊക്കെ ഏതു നിമിഷവും വറ്റിപ്പോകാം. അതാണ്. അപ്പോ നമ്മൾ പലപ്പോഴും വിചാരിക്കും നമുക്ക് വലിയ സ്നേഹമുണ്ട്. പക്ഷെ അങ്ങനെ വിചാരിക്കരുത്. അങ്ങനെ വിചാരിക്കരുത്. ഏതു നിമിഷവും വറ്റിപ്പോകാവുന്ന സ്നേഹമേ എന്നിലുള്ളൂ. ആ ഒരു അവബോധം നമുക്ക് വേണം. ഏതു നിമിഷവും വറ്റിപ്പോകാവുന്ന സ്നേഹമേ എൻ്റെ ഉള്ളിലുള്ളൂ. കാനായിലെ കല്യാണ വിരുന്നിൽ വീഞ്ഞ് തീർന്നുപോയി, വീഞ്ഞില്ലാതായി. അത് കൃത്യമായൊരു സൂചനയാണ്. ദ ഹ്യൂമൻ ഫ്രജിലിറ്റിയുടെ, മാനുഷിക ദൗർബല്യങ്ങളുടെ, മാനുഷികമായ കുറവുകളുടെ ഒക്കെ സൂചനയാണ്. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിലുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മിൽ തീർച്ചയായും ഈ ഉണർവ്, ഈ ജീവൻ നമ്മിൽ പ്രബലപ്പെടുത്താൻ സാധിക്കും. നമ്മൾ ഈ ഒരു ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ കുടുംബത്തിൽ ദൈവസ്നേഹം നന്നായിട്ട് വേരുറക്കണമേ. എൻ്റെ ദൈവമേ, എൻ്റെ ഭർത്താവിന്, എൻ്റെ ഭാര്യയ്ക്ക്, എൻ്റെ മക്കൾക്ക് ദൈവസ്നേഹത്തിൽ ആഴപ്പെടാൻ കൊടുക്കണം. ഇവിടെ നമ്മുടെ ഇന്നത്തെ പ്രത്യേക പ്രാർത്ഥന അത് തന്നെയാവട്ടെ. ദൈവസ്നേഹത്തിൽ
ആഴപ്പെടാനുള്ള പ്രാർത്ഥന, ദൈവസ്നേഹത്തിൽ കുടുംബമായി ആഴപ്പെടാനുള്ള പ്രാർത്ഥന. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്കൊരു ആശീർവാദം തരണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ക്ഷമിക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങയുടെ ആത്മാവോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.